ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മക്കളെ പരീക്ഷയല്ലേ? ഇനി നമുക്ക് അവസാനഘട്ട ഒരു മിനുക്കുപണി കൂടി നടത്തി കൃത്യമായ കോൺഫിഡൻസോട് കൂടി പരീക്ഷാ ഹാളിൽ ചെന്ന് കയറി ഓരോ ചോദ്യത്തിനെയും ഉത്തരങ്ങളാക്കി മാറ്റാനും വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങി വരാനും സാധിക്കണം. ഓക്കെ അല്ലേ? അപ്പോ ആ മിനുക്കുപണിയെ കുറിച്ചുള്ള ആ മിനുക്കുപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമാകുന്ന രീതിയിൽ എന്നോടൊപ്പം ഓരോ കാര്യങ്ങളും കേട്ട് പഠിച്ച് വരിക. ഒന്ന് മിനുക്ക് പണികളൊക്കെ ഒന്ന് നടത്തി വരിക. അപ്പോ നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാം. എടാ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയാകുന്ന മേഖലകളിൽ നിന്ന് പ്രതീക്ഷിക്കാം? ആ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നാ പറയുന്നത്. നൈസായിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു വെച്ചാൽ മതി. പൂർണ്ണമായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ദാ നമുക്ക് പരിപാടി തുടങ്ങാം. എടാ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം. ദാ നോക്കെ ക്ലോക്കിനകത്ത് നിന്നുള്ള ഒരു ചോദ്യം. ക്ലോക്കിനകത്ത് നിന്ന് പ്രധാനമാകുന്ന രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് മിറർ ഇമേജ് കണ്ടുപിടിക്കുക, പ്രതിബിംബം കണ്ടുപിടിക്കുക എന്നതാകുന്ന ചോദ്യം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കോണ് കണ്ടുപിടിക്കുന്ന ആംഗിള് കണ്ടുപിടിക്കുന്നതായ എന്താണ് ചോദ്യമാണ്. ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളും നോക്കി വെക്കണം. ഓക്കെ ആണോ? അതിൽ ഏറ്റവും ആദ്യം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ടിപ്പ് ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിലെ മിറർ ഇമേജ് എന്ന് പറയുന്നതായ ആളുമായി ബന്ധപ്പെട്ടതാകുന്ന ടിപ്പാണ്. ഇതാ കേട്ടോണേ, നമ്മൾ പഠിച്ചതാണ് സമയം എന്ന് പറയുന്നത് ഒരു മണി കഴിഞ്ഞ് സമയം ഒരു മണി കഴിഞ്ഞ് 12 മണിക്ക് ഉള്ളിലുള്ളതാകുന്ന 1 മണി കഴിഞ്ഞ് 12 മണിക്കുള്ളിലുള്ളതാകുന്ന സമയം ഏത് തന്നാലും തന്നിരിക്കുന്നതായ സമയത്തിന്റെ പ്രതിബിംബം കണ്ടുപിടിക്കാൻ 11:60 നിന്ന് കണ്ടോ നമ്മുടെ ആ മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? 11:60 നിന്ന് കുറച്ചാൽ മതിയാകും, ഉത്തരം കിട്ടും. അതേസമയം 12 മണി കഴിഞ്ഞ് 1 മണിക്കുള്ളിലുള്ളതാകുന്ന ഏത് സമയം തന്നാലും 12 മണി കഴിഞ്ഞ് 1 മണിക്കുള്ളിലുള്ളതാകുന്ന ഏത് സമയം തന്നാലും തന്നിരിക്കുന്നതായവനെ 23:60 നിന്ന് കുറച്ചു വെച്ചാൽ മതി. ഓക്കെ ആണോ? തന്നിരിക്കുന്നവനെ 23:60 നിന്ന് കുറച്ചു വെച്ചാൽ മതി. ഓക്കെ ആണോ? ഇനി ഇവിടെ ചോദ്യത്തിനകത്ത് പറഞ്ഞിട്ടുള്ളതാകുന്ന സംവിധാനം എന്താ? സമയം 12:45 ആണ് എന്ന്. അപ്പൊ നമുക്കറിയാം സമയം 12:45 ആണെങ്കിൽ 12നും 1നും ഇടയിലുള്ള സമയമാണ് തന്നേക്കുന്നത്. അതായത് തന്നിരിക്കുന്ന ചോദ്യത്തിനെ എവിടെ നിന്ന് കുറയ്ക്കണം? 23:60 നിന്ന് കുറയ്ക്കണം. ഒന്ന് കുറച്ചേടാ. 12:45 കുറച്ചു. അപ്പോൾ എന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ 15. ഇവിടെ എത്ര വരും? ഇവിടെ 11. അപ്പൊ എന്റെ സമയം എത്രയായി? 11:15 ആകും. എവിടെ? പ്രതിബിംബത്തിൽ, മിറർ ഇമേജിൽ, കണ്ണാടിയിൽ നോക്കിയ. ഓക്കെ ആണോ? ആണ്. എടാ ഇനി മറ്റൊരു ചോദ്യം കൂടി ഞാൻ പറയാം. എടാ സമയം എന്ന് പറയുന്നത് ഒരു 2:35 ആയി എന്ന് വിചാരിക്കുക. എത്രയായിട്ടാ സമയം? 2:35 ആയി എന്ന് വിചാരിക്കുക. എങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന 2:35 ആകുന്ന സമയം 1നും 12നും ഇടയിലുള്ള സമയമല്ലേ? അങ്ങനെയാണെങ്കിൽ അവനെ എവിടെ നിന്ന് കുറയ്ക്കണമെന്നാ പഠിച്ചേ? 11:60 നിന്ന് കുറയ്ക്കണമെന്നാ പഠിച്ചേ. കുറച്ചേ 2:35 കുറച്ചേ എന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? 9:25 എന്ന് വരും. കണ്ടോ? രണ്ടാകുന്ന കാര്യങ്ങളും പഠിച്ചോ, കൃത്യമാകുന്ന രീതിയിൽ പഠിച്ചോ. ഇനി ഞാൻ പറയട്ടെ, ഒരു ചോദ്യം കൂടെ എക്സാമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കൂ. സമയം എന്ന് പറയുന്നത് ഒരു ഒരു 8:43 എന്നാണ് എന്ന് വിചാരിക്കുക. 8:43 തന്നിരിക്കുന്ന സമയം ആർക്കിടയിലാ? 1നും 12നും ഇടയിലാ. എവിടുന്ന് കുറയ്ക്കണം? 11:60 നിന്ന് കുറയ്ക്കണം. അപ്പൊ എന്റെ ആൻസർ എത്ര വരും ഇവിടെ? ദാ 0 10ന്ന് 3 പോയാൽ 7 വരും. 5ന്ന് 4 പോയാൽ എത്ര വരും? 1 വരും. എങ്കിൽ 11ന്ന് 8 പോയാൽ എത്ര വരും? 3:17 എന്നായിരിക്കും എന്റെ സമയം. കണ്ടോടാ? 3:17 എന്നായിരിക്കും എന്റെ സമയം. ഓക്കെ ആണോ? അവിടെ കൃത്യമാകുന്ന രീതിയിൽ ആൻസർ പിടികിട്ടിയോ? പിടികിട്ടി. ഡൗട്ടുകൾ ഒന്നുമില്ലേ? ഒന്നുമില്ല. ഈ ടൈപ്പിലെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് സർവ്വസാധാരണമായി ചോദിക്കാറുള്ളത്. ഇനി അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വരാം. മക്കളെ ആവറേജ് എന്നതാകുന്ന ശരാശരി ശരാശരി എന്നതാകുന്ന ടോപ്പിക്കിനകത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ് മക്കളെ ഇത്. ഇത്തരത്തിലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് സർവ്വസാധാരണമായി ചോദിക്കാറുണ്ട് മക്കളെ. ഇവൻ ഇമ്പോർട്ടന്റ്. 36 കുട്ടികൾ. എത്ര കുട്ടികളുണ്ട്? 36 കുട്ടികളുണ്ട്. അധ്യാപകനുണ്ട്. അവരുടെ രണ്ടുപേരുടെയും അപ്പൊ മൊത്തം എത്ര പേരായി? 36 + 1 മൊത്തം കൂടെ 37 പേരുണ്ട്. ആ 37 പേരുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 15. ഇതിൽ നിന്നും അധ്യാപകനെ മാറ്റം ചെയ്തു, അല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കം ചെയ്തു. അധ്യാപകൻ മാറുമ്പോൾ ശരാശരിയിൽ നിന്ന് 1 വീതം കുറയും. എങ്കിൽ അധ്യാപകന്റെ വയസ്സ് എത്രയാണ് എന്നാണ് ചോദ്യം. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം? എടാ
കൂട്ടത്തിൽ നിന്ന് ഒരാൾ കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ, എന്താ, കൂട്ടത്തിൽ നിന്ന് ഒരാൾ കുറഞ്ഞു എന്നാണെങ്കിൽ അവിടെ ആദ്യം ഉണ്ടായിരുന്ന ശരാശരി എന്താണ്? 15. അതിന്റെ കൂടെ ശ്രദ്ധിച്ചോണേ, ആദ്യം ഉണ്ടായിരുന്ന ശരാശരി എന്ത്? അത് 15. അതിന്റെ കൂടെ എത്രയാകുന്ന മാറ്റമാണ് പുതിയ ശരാശരിയിൽ വന്നത് എന്നവിടെ പറയുന്നുണ്ടെങ്കിൽ അവിടെ 1 വന്ന മാറ്റം. ആ മാറ്റം ആ ഇറങ്ങിപ്പോയ ആളിന് ശേഷം അവശേഷിക്കുന്ന എത്ര പേരുണ്ട്? 36 കുട്ടികളുണ്ട്. ആ 36 പേരിലേക്കായി വീതിച്ചു നൽകിയാൽ എന്താണോ കിട്ടുന്നത് അതാണ് ആ ഇറങ്ങിപ്പോയ ആളുടെ പ്രായം, അധ്യാപകന്റെ പ്രായം. അപ്പോ 15 ആദ്യത്തെ ശരാശരി, അതിന്റെ കൂടെ മാറ്റം വന്ന ശരാശരിയിലെ 1 വീതം 36 പേരിലേക്ക് ഇത് രണ്ടും കൂടെ കൂട്ടിയ എന്റെ ചോദ്യത്തിന്റെ ഉത്തരം 15 36 കൂടെ കൂട്ടിയാൽ ആൻസർ എത്ര വരും മക്കളെ? 51 എന്ന് വരും. അധ്യാപകൻ എന്ന വ്യക്തിയുടെ പ്രായം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 51. മക്കളെ ഈ ടൈപ്പ് ചോദ്യം നോക്കണം കേട്ടോ. ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞേ? ഇത് ആദ്യ ശരാശരി. എന്താ പറഞ്ഞേ? ആദ്യ ശരാശരി. കണ്ടോ? ആദ്യ ശരാശരി. അവിടെ അതിനോടൊപ്പം എന്താണ്? അവിടെയുണ്ടായ വ്യത്യാസം എന്ത് ചെയ്യുക? പരിഗണിക്കുക. ഗുണം അവിടെ എന്താണ്? മൊത്തം ഉണ്ടായിരുന്നതായ ആളുകളുടെ എണ്ണത്തിൽ നിന്ന് ആ ഒരാൾ കുറഞ്ഞ എണ്ണമില്ലേ, ആ ഒരാൾ കുറഞ്ഞതാകുന്ന എണ്ണമില്ലേ, ആ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക? വ്യത്യാസത്തിനെ ഗുണിക്കുക. എങ്കിൽ ആ ഇറങ്ങിപ്പോയ ആളിന്റെ മാറ്റിയ ആളുടെ എന്ത് കിട്ടൂടാ? മാറ്റിയ ആളുടെ മൂല്യം കിട്ടും. ഓക്കെ ആണോ? മൂല്യം കിട്ടും. ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഇറങ്ങിപ്പോകുന്ന വയസ്സ് സംബന്ധമാണെങ്കിൽ ഇറങ്ങിപ്പോയ ആളുടെ എന്ത് കിട്ടും? വയസ്സ് കിട്ടും. ഭാര സംബന്ധമാണെങ്കിൽ ഇറങ്ങിപ്പോയ ആളും ഭാരം കിട്ടും. അതറിയാലോ എന്താന്ന് ചിന്തിച്ചെടുക്കാൻ. ഇത്രയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്തതാകുന്ന ഒരു ചോദ്യം നോക്ക്. ഇവിടെ ഒരാൾ എന്ത് ചെയ്തു? 20,000 രൂപ 10% കൂട്ടുപലിശ കണക്കാക്കപ്പെടുന്ന ബാങ്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. എവിടെ നിന്നാ ചോദ്യം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എവിടെ നിന്നാടാ ചോദ്യം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ ആണോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ഭാഗത്ത് നിന്നാണ് ചോദ്യം. കൂട്ടുപലിശയിൽ നിന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ സ്വാഭാവികമായും PSC സംബന്ധമാകുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ എപ്പോഴും കോഡുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറെ എളുപ്പം. ഒത്തിരി എളുപ്പത്തിൽ ആൻസർ കിട്ടും. അപ്പോ ചോദ്യം എന്താണെന്ന് നോക്കേ. 10%, അതായത് നിരക്ക് എന്ന് പറയുന്നത് 10% കൂട്ടുപലിശയാണ്. എത്ര വർഷത്തേക്കാണെന്ന് ചോദിച്ചാൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. ഇനി ഇത് ബാക്കി ചോദ്യം വായിക്കാൻ വരട്ടെ. 2 വർഷത്തേക്കാണ് എങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട കോഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 2 1 എന്നായിരുന്നു. ഓർമ്മയുണ്ട്? 1 1 എന്ന് എഴുതി 1 2 1 1 3 3 1 1 4 6 4 1 എന്നൊക്കെ പറയുന്ന ഓർമ്മയുണ്ടോ കോഡുകൾ? അതിൽ 2 വർഷത്തെ കോഡ് എന്ന് പറയുന്നത് 1 2 1 ആണ്. ഇനി നോക്കടാ, എന്നാൽ 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ തിരികെ ലഭിക്കുമെന്നാണ് ചോദ്യം. ഓക്കെ ആണോ? ഇനി അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കോഡ് എഴുതുന്നു 1 2 1 എന്ന് എഴുതുന്നു. ഇതാണ് കോഡ്. എപ്പോഴും ആദ്യ സംഖ്യയുടെ താഴെ എഴുതേണ്ടത് പ്രിൻസിപ്പൽ തുകയാണ്. അത് എത്ര രൂപയാ ചോദ്യപ്രകാരം? 20,000 രൂപ. ചോദ്യത്തിൽ പറയുന്ന നിരക്ക് എത്രയാ? 10%. ആ 10% 20,000 രൂപയ്ക്ക് എത്രയാണോ അത് വേണം ഇവിടെ എഴുതാൻ. ഓക്കെ ആണോ? 20,000 രൂപയുടെ 10% എന്താണ്? പ്രിൻസിപ്പൽ തുകയായി എഴുതിയ 20,000ന്റെ 10% എത്രയാണ്? ഇവിടെ അവനെ എഴുതണം. ആരാടാ അവൻ വരുന്നത്? 10% ചോദിച്ചാ ഒന്നുമില്ല, ഒരു 0 കുറച്ച് എഴുതിയാൽ മതി. 20,000ത്തിൽ നിന്ന് ഒരു 0 കുറഞ്ഞാൽ എത്ര വരും മക്കളെ? 2,000. ആ 2,000ന്റെ 10% വേണം അടുത്ത ഒന്നിന് താഴെ എഴുതാൻ. അടുത്ത സംഖ്യയുടെ താഴെ 2,000ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര വരും? ഒരു 0 കുറച്ച് എഴുതിയാൽ മതി. അത് എത്രയാ വരിക? 200. ഇനി നമുക്കറിയാം മൊത്തമാകുന്ന തുക. ഇവിടെ എഴുതുന്ന എപ്പോഴും പ്രിൻസിപ്പൾ ആകുന്ന ആളാ. രണ്ടാമത്തെ ആൾ എപ്പോഴും സിമ്പിൾ ഇൻട്രസ്റ്റ്. 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് രണ്ടാമത്തെ സംഖ്യയുടെ താഴെ എഴുതുന്നത്. എങ്കിൽ ഇനി അവശേഷിക്കുന്ന സംഖ്യ ഇവിടെ ഇപ്പൊ മൂന്നാമത്തെ ഒരു സംഖ്യയും കൂടെ ഉള്ളൂ. ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ലഭിക്കുക. മൊത്തം കാര്യങ്ങൾ ഇവിടുന്ന് ഈ ഒരൊറ്റ ഇക്വേഷനിൽ തന്നെ പറഞ്ഞു തരാവേ. ആദ്യം ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? താണ്ടെ ഇങ്ങനെ 20,000 2,000 200 എഴുതിയത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. ഇനി മുകളിലും താഴെയുള്ള സംഖ്യകൾ ഗുണിച്ചേ. എന്താണ്? 1 ഗുണം 20,000 എത്ര വരും? 20,000. അടുത്തത് 2,000 ഗുണം 2 എത്ര വരും ഇവിടെ? 4,000. 200 ഗുണം 1 എത്ര വരും ഇവിടെ? 200.
ഇത് മൊത്തം കൂടി കൂട്ടിയാൽ 2 വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന ആകെ തുക നമുക്ക് എത്രയാണ് എന്ന് ലഭിക്കും. എത്രയാണ് ആകെ തുകയായിട്ട് നമുക്കിനി ലഭിക്കുന്നത് നോക്കെ? 20,000, അതിന്റെ കൂടെ ഒരു 4,000, അപ്പൊ 24,000. അതിന്റെ കൂടെ ഒരു 200 കൂടെ ആയപ്പോ എത്രയായി? 24,200 രൂപ. കണ്ടോ? ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം, ഓപ്ഷൻ ബി. കണ്ടോ? ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം നോക്കാം. എടാ, ഇവർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ അവസാന ചോദ്യം ദാ ഇങ്ങനെ മാറ്റുന്നു എന്ന് വിചാരിക്കുക. അതായത് ഈ 2 വർഷത്തെ സ്കീമിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ഇത് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിൽ എത്രയാകുന്ന വ്യത്യാസം ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം. എന്താ പറഞ്ഞേ? അതായത് കൂട്ടുപലിശയ്ക്കും സാധാരണ പലിശയ്ക്കും ഇടയിലുള്ള വ്യത്യാസം എന്താണ് എന്ന് കണ്ടെത്താനാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കാം. മക്കളെ, വ്യത്യാസം ചോദിക്കുവാണെങ്കിൽ ഒന്നുമില്ല, 200 രൂപയുടെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് എന്നങ്ങ് പറഞ്ഞാൽ കാര്യം എന്താ അറിയാം. ആ പറയുന്ന ആ കൃത്യമായ സ്ഥാനം നോക്കി വെച്ചാൽ മതി. ഇവിടെ എഴുതുന്നതായ ആള് 2 വർഷത്തിന്റെ കോഡാണെങ്കിൽ ഇവിടെ എഴുതുന്ന ആള് എന്താണ്? കൂട്ടുപലിശയ്ക്കും സാധാരണ പലിശയ്ക്കും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും, അതാണ് അവിടെ വരിക. ഇനി നമ്മുടെ അടുത്ത് പലിശ മാത്രം എത്രയാണ് 2 വർഷം കൊണ്ട് വരുന്നത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഈ 20,000 ഒഴിവാക്കി ബാക്കിയുള്ള ആളുകളെ പരിഗണിക്കുക. ഓക്കെ ആണോ? ആ ബാക്കിയുള്ള ആളുകളെ പരിഗണിക്കുക. പരിഗണിക്കുമ്പോൾ എത്ര വരും ഇവിടെ? 4,000 പ്ലസ് 200. 4,000 പ്ലസ് 200 എത്ര വരും? 4,200 രൂപയാണ് പലിശ എന്ന് വരും. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കൃത്യമായിട്ട് കാര്യം മനസ്സിലായോ? മനസ്സിലായി. അടുത്തതാകുന്ന ചോദ്യം പറയട്ടെ? പറയാം. താണ്ടെ അടുത്ത ചോദ്യം നോക്ക്. ഇവിടെ ഇത് എന്താണ്? 3, 6, 12, 24 അങ്ങനെ 384 വരെ പോകും. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ 3ഉം 6ഉം അത് 3 കൂടിയേക്കുക. ഇവിടെ 6 12 ആയിട്ടുണ്ട്, അവിടെ 6 കൂടിയിട്ടുണ്ട്. ഇവിടെ 12 24 അവിടെ എത്ര കൂടിയിട്ടുണ്ട്? 12 കൂടിയിട്ടുണ്ട്. അപ്പോ കൃത്യമായ ഒരു സ്ഥിരമായ ഒരു സംഖ്യയല്ല അവിടെ കൂടി പോകുന്നത്, വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായ ഗുണനങ്ങളായിട്ടാണ് പോകുന്നത്. 3ന്റെ ഇരട്ടി എടുത്താൽ 6, 6ന്റെ ഇരട്ടി എടുത്താൽ 12, 12ന്റെ ഇരട്ടി എടുത്താൽ 24 എന്നിങ്ങനെയാകുന്ന ഫോർമാറ്റിലാണ് ആ സംഖ്യകൾ മുന്നോട്ട് പുരോഗമിക്കുന്നതെങ്കിൽ അവൻ ആരാണ് മക്കളെ? ഇവൻ ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഇവൻ ആരാണ്? ഇതൊരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ആരാണ് മക്കളെ? ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഓക്കെ ആണോ? GP എന്ന് നമുക്ക് ഇവനെ വിളിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെ ജിയോമെട്രിക് പ്രോഗ്രഷന് ആണെങ്കിൽ ഇവന് ബേസിക് ആകുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ് ആ ഇക്വേഷൻ? AR⁻n−1 എന്ന് പറയുന്നത് n-ആം പദം ആയിരിക്കും. കണ്ടോ? AR⁻n−1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ n-ആം പദമായിരിക്കും. AR⁻1 എന്ന് പറയുന്നത് AR⁻n−1 എന്ന് പറയുന്നത് n-ആം പദമായിരിക്കും. AR⁻n−1 എന്ന് പറയുന്നത് ആരായിരിക്കും? n-ആം പദമായിരിക്കും. ഓക്കെ ആണോ? അങ്ങനാണെങ്കിൽ A എന്ന് പറയുന്നവൻ ആരായിരുന്നു മക്കളെ? എന്റെ കൂടെ ഒന്ന് പറഞ്ഞു. ആദ്യ പദം എന്ന് നമുക്ക് പറയാം. ആരാടാ? ആദ്യ പദം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അവിടെ 6 എന്ന് പറഞ്ഞാൽ ആരാടാ? ആ സ്ഥിരമായി ഗുണിക്കപ്പെടുന്ന ഒരു സംഖ്യയില്ലേ? സ്ഥിരമായ ഗുണനം എന്ന് പറയുന്ന കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഒരാളില്ലേ? ഒരു കോമൺ ആകുന്ന മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഒരാളില്ലേ? അവനാണ് അവൻ. അത് കഴിഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണത്തെ സൂചിപ്പിക്കാനായി എഴുതുന്നു, സ്ഥാനത്തെ സൂചിപ്പിക്കാനായി എഴുതുന്നു എന്നും പറയാം. ശരിയല്ലേ? ഇനി നമുക്ക് ഈ ചോദ്യത്തിനകത്തേക്ക് വരാം. എടാ, 3, 6, 12, 24 എന്നിങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം ആദ്യ പദം എന്ന് പറയുന്നത് 3, അതായത് എയുടെ മൂല്യം എന്ന് പറയുന്നത് 3. അവിടെ 6 എന്ന് പറയുന്നത് സ്ഥിരമായി ഗുണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഖ്യ 2 ആണ്, അതുകൊണ്ട് അതിന്റെ മൂല്യം 2. ഓക്കെ ആണോ? ഇനി അങ്ങനെയാണെങ്കിൽ n-ആം പദം എന്ന് പറയുന്നത് ചോദ്യം കാണിച്ചു തരുന്നത് ആരെയാണ്? 384. എണ്ണം കണ്ടുപിടിക്കണം, അതായത് n-ന്റെ മൂല്യം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത്രയും മാത്രം പണിയേ ഉള്ളവിടെ. ചെയ്തു പോവാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കേ. എയുടെ മൂല്യം 3, R-ന്റെ മൂല്യം 2, n-1 അതേപോലെ ഇട്ടു. ഇനി ഇവിടെ n-ആം പദം 384. ഇനി ഒരു ചെറിയ പണി ചെയ്യണം. ഈ 384നെ നമുക്കൊന്ന് ചെറുതായി മാറ്റം വരുത്തി എഴുതണം, എങ്കിലേ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. എന്താണെന്ന് നോക്കേ. 384നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. ഒന്ന് ചെയ്തേ. 2 കൊണ്ട് വെട്ടിയാൽ എന്റെ ആൻസർ 192. വീണ്ടും 2 കൊണ്ട് വെട്ടിയാൽ എന്റെ ആൻസർ എത്ര വരും മക്കളെ? ഇവിടെ 9, 6 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് വെട്ടിയാൽ എന്റെ ആൻസർ എത്ര വരും മക്കളെ? 48 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് വെട്ടിയാൽ എന്റെ ആൻസർ എത്ര വരും മക്കളെ? 24 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് വെട്ടിയാൽ എന്റെ ആൻസർ എത്ര വരും മക്കളെ? 12 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് വെട്ടിയാൽ 6,
വീണ്ടും 2 കൊണ്ട് വെട്ടിയാൽ 3 എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. എങ്കിൽ എന്റെ ഉത്തരത്തെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 3 ഗുണം എന്നാണ്. ഓക്കെ, എങ്ങനെ എഴുതാം? 3 ഗുണം 2n-1 സമം ഈ പറയുന്ന 3 ഗുണം 2 ഗുണം 2 ഗുണം 2 ഗുണം 2 ഗുണം ഇങ്ങനെ എഴുതുന്ന കാര്യം അറിയാലോ. രണ്ടുകൾ എത്ര എണ്ണം ഉണ്ട്? ഒരു 3 ഉണ്ട്. 2 എന്ന് പറയുന്നത് എത്ര പേര്? 2, 4, 5, 6, 7 രണ്ടുകൾ. അപ്പൊ 2ന്റെ പവറായിട്ട് 7 കൊടുക്കും. കണ്ടോ? 2ന്റെ പവറായിട്ട് 7 കൊടുക്കും. ഓക്കെ ആണ്? ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലെ 3 എന്ന് പറയുന്നവനെ കാണാനുണ്ട്. അവനെ വെട്ടിക്കളയാം. അവശേഷിക്കുന്നതായത് 2ന്റെ പവർ എന്ന വണ്ണമാണ്. രണ്ടിടത്തും 2 എന്ന് കിടക്കുന്നുണ്ട്. പവറുകൾ അതുകൊണ്ട് താരതമ്യം ചെയ്യാം. അതായത് n-1 എന്ന് പറയുന്ന ആൾ 7 ആകുന്നു. എങ്കിൽ n എന്ന് പറയുന്ന ആളുടെ മൂല്യം -1 അപ്പുറത്തേക്ക് പോകുമ്പോൾ +1 ആകുന്നു. അതായത് 7 പ്ലസ് എത്രയെന്നാകുന്നു മക്കളെ? 1 എന്നാകുന്നു. എന്റെ ചോദ്യത്തിന്റെ ഉത്തരം 8. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ചോദ്യത്തിന്റെ ഉത്തരം എത്ര വരും? 8. എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ ഓർത്തു വയ്ക്കുന്ന, വളരെ സിമ്പിൾ ആകുന്ന, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ജോമെട്രിക് പ്രോഗ്രഷനിലെ ഒരു ചോദ്യം. ഓക്കെ അല്ലേ? അടുത്തതാകുന്ന ഒരു ചോദ്യം നോക്കേടാ. ഇവിടെ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. കൊച്ചു കൊച്ചു മാറ്റങ്ങൾ വരുത്തിയാൽ ഉത്തരവാണ്. പല രീതിയിൽ ഈ ചോദ്യത്തെ സമീപിക്കുകയും ചെയ്യാം. നോക്കേടാ, ചതുര ആകൃതിയിലുള്ളതാകുന്ന ഒരു പുരയിടം. ചതുരാകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 560 മീറ്റർ ആണ്. ചുറ്റളവ്. എടാ, ഈ ചതുരത്തിന്റെ ചുറ്റളവ് എപ്പോഴും എങ്ങനെ കാണുക? ചതുരത്തിന് എന്തൊക്കെയുണ്ട്? നീളവും ഉണ്ട്, എന്തുകൊണ്ട്? വീതിയും ഉണ്ട്. ശരിയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? അതായത് നീളത്തിന്റെ കൂടെ വീതി എന്ന് പറയുന്നത് കൂട്ടി അതിന്റെ ഇരട്ടി എടുത്താൽ മതി. കണ്ടോ? 2 × L+B. അതിനാണ് അങ്ങനെ പറഞ്ഞത്. 2 × L+B. നീളവും വീതിയും കൂടെ കൂട്ടിയിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഇരട്ടി എടുത്താൽ മതി. അതിന്റെ ഇരട്ടി എടുത്താൽ മതി. നമുക്ക് എന്ത് കിട്ടിക്കോളും മക്കളെ? ചുറ്റളവ് കിട്ടിക്കോളും. ഡൗട്ട് ഇല്ലല്ലോ. ഇനി അപ്പോ ചുറ്റളവിന്റെ കാര്യം തീരുമാനം. 560 ഉണ്ട്. അതിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 4:3 എന്നായാൽ പുരയിടത്തിന്റെ പരപ്പളവ് എന്ത് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആൻസർ പറയാം. എടാ, അവിടെ വശങ്ങൾക്ക് ഇടയിലുള്ള അംശബന്ധം എത്രയാണ്? 4:3. അതായത് ഞാൻ പറയുന്നു, ഇവിടെ ഒരു എക്സ് ആകുന്ന ഒരു പൊതുവാകുന്ന സംഖ്യ കൂടി ഉണ്ടായിരുന്നു. അത് വെട്ടിക്കളഞ്ഞപ്പോഴാണ് 4:3 എന്ന രീതിയിൽ ചെറുതായത്. എങ്കിൽ നീളത്തിന്റെ മൂല്യം 4x, വീതിയുടെ മൂല്യം 3x എന്ന് പറയാൻ പറ്റും. എങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതിന്റെ ഇരട്ടി എടുക്കുന്നതായിരിക്കും. അപ്പോ എന്റെ ആൻസർ എന്ന് പറയുന്നത് 14x എന്നുണ്ട്. ചോദ്യം പറയുന്നു, ഈ 14x ആകുന്ന ചുറ്റളവ് ആർക്ക് തുല്യമാണ്? 560 തുല്യമാണ്. എങ്കിൽ x എന്ന് പറയുന്ന ആള് 14 കൊണ്ട് 560 വെട്ടിച്ചെറുതാക്കിയാൽ എന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? 40 എന്നും. ഓക്കെ ആണോ? 10, 20, 30, 4, 16. അപ്പൊ മൊത്തം കൂടെ ഒരു 56 വരും. 14 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40, ഒരു 16 കൂടെ ആയപ്പോ 56 വരും. അപ്പൊ തന്നെ 40 ആയി. എക്സിന്റെ മൂല്യം എന്ന് പറയുന്നത് 40. എക്സിന്റെ മൂല്യം 40 എന്നാണെങ്കിൽ അവിടെ നമുക്കറിയാം 4 ഗുണം എത്ര? 40. 3 ഗുണം 40. അതാണ് വശങ്ങൾ. ഇനി നമുക്ക് ഡയറക്റ്റ് പരപ്പളവ് കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കാം? എന്താണ്? പരപ്പളവ് കണ്ടുപിടിക്കാൻ വശങ്ങളുടെ ഗുണനഫലം എടുത്താൽ മതി. അതായത് നീളം എന്ന് പറയുന്നതേ ഗുണം എന്ത് ചെയ്താൽ മതി? വീതി എന്ന് പറയുന്നത് എടുത്താൽ മതിയാകും. ശരിയല്ലേ? ഇനി നോക്കേ, 4x ഗുണം 3x എന്നാണ് അങ്ങനെയെങ്കിൽ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി പറ, ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരുന്നത്? 4 ഗുണം എക്സിന്റെ മൂല്യം 40 ഇൻറ്റു 3 ഗുണം എക്സിന്റെ മൂല്യം 40. എനിക്ക് ആൻസർ അങ്ങനെ വരും. 4 ഗുണം 4 എത്ര? 16. 160. 4 ഗുണം 3 എത്രയാ? 12. അപ്പൊ 120. ഇത് രണ്ടും കൂടെ ഗുണിച്ച എന്റെ ആൻസർ എത്ര വരുമായിരിക്കും? എന്തായാലും ആൻസറുകൾക്ക് അവസാനം 2 0 കാണും. 16 ഗുണം 12 എത്ര നോക്കിയാൽ മതി. 16 ഗുണം 10 160. അതിന്റെ കൂടെ ഒരു 32 കൂടെ. അപ്പൊ എത്ര വരും? 16 32 കൂടെ 192 എന്ന് വരും. എന്റെ ആൻസർ 192.00 എന്നായിരിക്കും. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ഗുണിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ ഡയറക്റ്റ് ഗുണിച്ചു. ഓക്കെ അല്ലേ? ഒരു കുഴപ്പമില്ല. 160, 120 രണ്ടുപേരിലും പൂജ്യങ്ങളെ മാറ്റി 16 ഗുണം 12 ഇട്ട് ഗുണിച്ചു. ആൻസർ എന്ത് വരും നോക്കാം? 192 എന്ന് വരും. ഓക്കെ അല്ലേ? 16 ഗുണം 12. അതിന്റെ അറ്റത്ത് 2 0 കൂടെ കൊടുത്താൽ മതി. ആൻസർ 192.00 എന്നായിരിക്കും വരും.
ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അടുത്തതാകുന്ന ചോദ്യം പറയട്ടെ. എടാ ഇതൊക്കെ കിടിലൻ ചോദ്യമാണ് കേട്ടോ. എടാ അടുത്ത ചോദ്യം ഒന്ന് നോക്കേടാ. ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ വിജയിച്ചു. വിജയിച്ച കുട്ടികളുടെ എണ്ണം 60 എങ്കിൽ തോറ്റ കുട്ടികളുടെ എണ്ണം എത്ര? അപ്പൊ ഒരു പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം എല്ലായ്പ്പോഴും 100% 100 എന്നാണെന്ന് വിചാരിക്കുക. അതിനകത്തെ 30% മാത്രമാണ് വിജയിച്ചത് എങ്കിൽ ബാക്കിയുള്ള 70 പേരും കൂടെ ഇല്ലേ? ആ 70 പേരും എന്ത് ചെയ്തിട്ടുണ്ട്? തോറ്റിട്ടുണ്ട്. ശരിയല്ലേ? ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് 100 ആവുന്നത്. അവര് പറയുന്നത് എന്താ? 30% എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 30% എന്ന് പറയുന്നത് 60 എങ്കിൽ 70% എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ റൂള്. കോർണർ കട്ടിംഗ് റൂള് എന്ന് പറയും. കോർണർ കട്ടിംഗ് റൂൾ എന്ന് പറയും. 30ഉം 60ഉമായിട്ട് വെട്ടാം. അപ്പൊ ആൻസർ ഇവിടെ 2 വരും. ഇനി ഇവിടെ എഴുതാനുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് എന്ന് ചോദിച്ചാൽ ദാ ഈ 70നെയും ദാ ഈ 2നെയും കൂടെ ഗുണിച്ചാൽ മതി. എന്റെ ഉത്തരം 140. കണ്ടോ? 140. അതായത് പരീക്ഷയിൽ തോറ്റ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 140. ഇനി ഈ മെത്തേഡ് അറിഞ്ഞുകൂടാത്തവരാണെന്ന് വിചാരിക്കും. മൊത്തം ആ സ്കൂളിൽ എക്സ് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ആ എക്സ് കുട്ടികളുടെ 30% എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുക? 60 എന്ന് പറയുക. എങ്കിൽ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നോക്കേടാ, താണ്ടേ 2 1 0 1 0 3 കൊണ്ട് വെട്ടിയ ഇത് എത്ര വരും ഇവിടെ? ഇത് 20 എന്ന് വരും. ഈ 10 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എക്സിന്റെ മൂല്യം 200. ആ പരീക്ഷ എഴുതിയ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 200 ആണെന്ന് കിട്ടും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, 200 കുട്ടികൾ ഉള്ളതിൽ 60 പേര് തോറ്റു. ബാലൻസ് എത്ര പേര്? 140. അത്രയും പേര് എന്താണ്? സോറി എടാ, ഒരു പരീക്ഷ എഴുതിയ 200 പേരിൽ 60 പേര് വിജയിച്ചു. ബാക്കി എത്ര പേരുണ്ട്? 140. അത്രയും പേരപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും? തോറ്റിട്ടുണ്ടാവും. അങ്ങനെയും കണ്ടുപിടിക്കാം. ഇത് കോർണർ കട്ടിംഗ് എന്ന് പറയുന്ന റൂളാണ്. ഈസിയസ്റ്റ് മെത്തേഡാണ്. ഞാൻ കുറച്ചാകുന്ന കോൺട്രിബ്യൂഷൻ കൂടി നടത്തിയ മെത്തേഡാണ്. പ്ലസ് ഈ ഒരു മെത്തേഡ് എന്റെ നോർമൽ മെത്തേഡ്. ഏത് വേണോ സ്വീകരിക്കാം. ഏറ്റവും എളുപ്പം ഏതാണോ അത്. ഓക്കെ ആണോ? ഇഷ്ടം പോലെ. അടുത്തതാകുന്ന ചോദ്യം മക്കളെ, ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിലെ കോണുകൾ 2:3:4 എന്ന അംശബന്ധത്തിലാണ്. ആ ത്രികോണത്തിലെ ഏറ്റവും വലിയ കോണും ചെറിയ കോണും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് ചോദ്യം. ഇത് ആദ്യം കോർണർ കട്ടിംഗ് റൂൾ വെച്ച് ചെയ്യും. അതായത് നമുക്കറിയാം ഒരു ത്രികോണത്തിലെ ആകെ കോണ് എന്ന് പറയുന്നത്, ആകെ കോൺ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇനി ആ 180ന് ബദലായി ഈ പറയുന്ന റേഷ്യോയിൽ നിന്ന് ഒരാളെ ഒപ്പിക്കാം. 2ഉം 3ഉം കൂട്ടി 5 4 9. കണ്ടോ? 9 മൊത്തത്തിൽ കൂട്ടുമ്പോൾ 3 2 5 4 9 വരും. ആ 9 എന്ന് പറയുന്നത് ദാ ഈ 180ന് തുല്യമാണ്. ഇനി അവർ ചോദിക്കുന്നത് ഏറ്റവും വലുതും ചെറുതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന്. വലുത് എന്ന് പറയുന്നതും ചെറുത് എന്ന് പറയുന്നതും ആരൊക്കെയാ? 2ഉം 4ഉം. 2ഉം 4, 2 ചെറുത് 4 വലുത്. അവര് തങ്ങളിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 2 എന്നാണ്. ആ 2 എന്നത് എങ്കിൽ 9 180 ആണെങ്കിൽ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. 9 കോർണർ കട്ടിംഗ് റൂള് പ്രകാരം 9 വെട്ടിയാൽ ഇവിടെ എത്ര വരും? ഇവിടെ 20 എന്ന് വരും. 20 ഗുണം 2 എന്ന് പറഞ്ഞാൽ 40 ആണ് ചോദ്യത്തിൽ. കണ്ടോ? കണ്ടു. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല. എന്നാ പോലും മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ ഇതിന്റെ ഡയറക്റ്റ് മെത്തേഡ് അവസാന ഘട്ടത്തിൽ ഇതൊന്നും കാണാതെ പഠിക്കാൻ നിൽക്കണ്ട. പഠിച്ചവരാണെങ്കിൽ മുന്നോട്ട് പോവുക. അല്ലാത്ത പക്ഷം ഡയറക്റ്റ് മെത്തേഡ് നോക്കുക. ഇത് ഇത്രയും കൂടെ കൂട്ടി എത്ര വരും? 4 3 7 2 9 എക്സ് എന്ന് വരും. 9x എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന മൂല്യമാണ് 180. എങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? 20 എന്ന് വരും. ശരിയല്ലേ? ആണ്. എക്സ് എന്ന് പറയുന്ന ആൾ 20 ആണെങ്കിൽ അവര് ചോദിക്കുകയാണ് വലുതും ചെറുതുമായിട്ടുള്ള വ്യത്യാസം. വലുതിന്റെ മൂല്യം എന്ന് പറയുന്നത് 4x, ചെറുതിന്റെ മൂല്യം എന്ന് പറയുന്നത് 2x. തങ്ങളിൽ ബാലൻസ് 2x വരും. എങ്കിൽ 2x എന്നാണെങ്കിൽ 2 ഗുണം എക്സിന്റെ മൂല്യം 20. 20 ഗുണം 2 എത്രയാ മക്കളെ വരുന്നത്? 40 എന്ന് വരും. അതായത് ഇവര് തങ്ങളിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 40. കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മക്കളെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോവാമേ. എടാ ദാ ഇങ്ങോട്ടൊന്ന് നോക്കേ. 2 മുതലുള്ള, എടാ ഓൾറെഡി 2 മുതൽ എന്ന് പറയണ്ട. ആദ്യ ഇരട്ട സംഖ്യ അവിടെ മുതൽ എന്നുള്ളതാ. ആദ്യം മുതലേ ഉള്ള ഇരട്ട സംഖ്യകൾ. ആ ഒരു രീതിയിലാണ് ഈ ചോദ്യം കിടക്കുന്നത്. ഇത് തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷനുകളിൽ വളരെ പ്രസക്തമാകുന്ന ഒരു ചോദ്യമാണ്. ആദ്യത്തെ 50 ഇരട്ടക സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്ത്? തുക എന്ന് പറയുന്നത് എന്ത്? ഇങ്ങനെ പല രീതിയിൽ ചോദിക്കും. അപ്പോ ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ പറയാം. എടാ ആദ്യത്തെ n നാച്ചുറൽ സംഖ്യ, ആദ്യത്തെ n എന്താണ്? എണ്ണൽ സംഖ്യ എന്നാണ് പറയുന്നതെങ്കിൽ തുക കണ്ടുപിടിക്കാൻ n × n + 1 ഭാഗം 2 എന്നാണ്.
ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുകയാണ് വേണ്ടതെങ്കിൽ, ഇരട്ടകളുടെ തുകയാണ് വേണ്ടതെങ്കിൽ തുക കണ്ടുപിടിക്കാൻ n × n+1 ആണ് ചെയ്യേണ്ടത്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുകയാണ് വേണ്ടതെങ്കിൽ n² ആണ് തുക കണ്ടുപിടിക്കാൻ വേണ്ടത്. ഇതിനകത്തു നിന്നെല്ലാം ഓരോ എന്നുകളെ വെട്ടിക്കളഞ്ഞാൽ അതിന്റെ ശരാശരിയാവും. ഓക്കെ ആണോ? ആ തന്നിട്ടുള്ള തുകയിൽ നിന്ന് ഒരു n വെട്ടിയാൽ മതി, അതിന്റെ ശരാശരിയാകും. n ഓരോന്നിന്നും വെട്ടി മാറ്റി ഇവിടെ ബാലൻസ് എന്ത് വരും? n × n+1 n വെട്ടി, അപ്പൊ ഒരു n വെട്ടി, വെളിയിലുള്ള n വെട്ടി, ബാലൻസ് n+1/2. ഇതാണ് n സംഖ്യകളുടെ ആദ്യ n സംഖ്യകളുടെ ശരാശരി. ഇനി അടുത്തത് n × n+1 എന്നാണെങ്കിൽ ഇത് n+1 ആവും, വെളിയിലുള്ള n വെട്ടി. ഇതാണ് ആദ്യ n ഇരട്ട സംഖ്യകളുടെ ശരാശരി. n എന്നാകും, n² രണ്ട് എന്നുകളുണ്ട്, ഒരു n വെട്ടിയ ബാലൻസ് n ആവും. ഇതാണ് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ആദ്യത്തെ 50 ഇരട്ടകളുടെ ശരാശരിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അറിയാം, ദാണ്ട് n+1, അതായത് 50ന്റെ കൂടെ ഒന്നുകൂടി കൂട്ടിയാൽ മതി ശരാശരി കിട്ടാൻ. അപ്പൊ എന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 51. എത്രയാണ്? 51. ഡൗട്ട് ഉണ്ടോ? അപ്പൊ ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന 50 എന്ന മൂല്യത്തോടൊപ്പം ഒന്ന് കൂട്ടുന്നതാണ്. അപ്പോ ആദ്യത്തെ 2 മുതലുള്ള ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? തന്നിരിക്കുന്ന എണ്ണമാകുന്ന 50നോടൊപ്പം ഒന്ന് കൂട്ടി വെച്ചാൽ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. കൃത്യമാകുന്ന രീതിയിൽ അടുത്തതാകുന്ന ഒരു ചോദ്യം നോക്കേടാ. 1100നോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടണം എങ്കിൽ ഏതാകുന്ന ഒരു പൂർണ്ണവർഗമാണ് നമുക്ക് സംഖ്യ ലഭിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ആണോ? പൂർണ്ണവർഗ സംഖ്യ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ഏത് ആളിനെ കൂട്ടിയാൽ നമുക്കൊരു പൂർണ്ണവർഗ സംഖ്യ കിട്ടും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പല രീതിയിൽ ഇതിനെ ചെയ്യാം. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ലോജിക്കലാകുന്ന ഒരു രീതി നോക്കേ. എനിക്കറിയാം 30 എന്ന് പറയുന്നവന്റെ മൂല്യം, 30 എന്ന് പറയുന്നവന്റെ സ്ക്വയറിന്റെ മൂല്യം, വർഗത്തിന്റെ മൂല്യം 900. അതുപോലെ 35 എന്ന് പറയുന്നവന്റെ മൂല്യം, 35 എന്ന് പറയുന്നവന്റെ വർഗത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നവന്റെ അവസാനം വരുന്നെങ്കിൽ വർഗം എടുത്ത് 5ൽ അവസാനിക്കുന്നവന്റെ വർഗം എടുത്ത് അവസാനം 25 വരും. അത് കഴിഞ്ഞ് ബാലൻസ് 3ന്റെ തൊട്ടടുത്ത സംഖ്യ 3നോട് ഗുണിച്ചാൽ മതി. 3ന്റെ കൂടെ 4 ആയപ്പോ എത്ര വന്നു? 12. അപ്പൊ 1225. അപ്പോ ഇനി ഒന്ന് നോക്കേ, 30നും ഈ പറയുന്ന 1225നും ഇടയിലാണോ ഈ പറയുന്ന 1100 സ്ഥിതി ചെയ്യുന്നത്? അതെ. അതിനർത്ഥം ഈ പറയുന്ന 30നും 35നും ഇടയിലുള്ള ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയോട് അടുത്തു നിൽക്കുന്ന വണ്ണം ഒരാളെ കൂട്ടുമ്പോ കിട്ടും. അയാള് 35, ഇതാ ഇങ്ങോട്ട് നോക്കണേ, ഈ പറയുന്ന 1100ന്റെ കൂടെ കൂട്ടണം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആരോട് അടുത്തായിരിക്കും? 35നോട് അടുത്തായിരിക്കും. അപ്പൊ 35ന് തൊട്ട് മുകളിൽ ആരുണ്ട്? 34 ഉണ്ട്. 34ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചേ. അപ്പൊ എന്തോ വരും ഇവിടെ? 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, അറിയാലോ. ഇനി 4 × 3 × 2 എത്ര വരും? 4 3 12 2 24. ഒരു സ്ഥാനം വിട്ട് എഴുതണം. 4 ദാണ്ട 2. എന്റെ ആൻസർ 11 വരും ഇവിടെ. 5 6 എന്ന് വരും. കണ്ടോ? 1156. കണ്ടോ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, 1100ന്റെ കൂടെ 56 കൂട്ടിയാൽ എനിക്ക് 1156 കിട്ടില്ലേ? അവിടെ അപ്പൊ കൂട്ടണം എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയായിരിക്കും? 56നെ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ടുകളൊന്നുമേ ഇല്ല. ഇനി ചില ആളുകൾ ഇത് ചെയ്യുന്നത്, ഇത് കൂട്ടി അങ്ങ് വെക്കും. ഇത് 1156, ഇത് 1124, ഇത് 1000 എത്രയായിരിക്കൂടാ? 169, ഇത് 1148. ഇതിൽ ഏതാണ് അവിടെ വരുന്നത് എന്നുള്ളത് എന്നിട്ട് സ്ക്വയർ വെച്ച് കണ്ടുപിടിക്കും. അതാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. അവിടെ നമുക്ക് 30 എന്ന് പറയുന്ന ആളുടെ സ്ക്വയർ 900 ആണെന്ന് അറിയാം. അത് കഴിഞ്ഞാൽ 31ന്റെ ആള് ഉത്തരം അവസാനിക്കേണ്ടത് 1ല. ഇവിടെ 1ൽ അവസാനിക്കുന്ന ആരും ഇല്ല. അതുകൊണ്ട് 31 അല്ല. കണ്ടോ? ഇനി 31 കഴിഞ്ഞു 32ന്റെ സ്ക്വയർ എന്ന് പറയുന്ന ആള് അവസാനിക്കേണ്ടത് 4ലാണ്. 4ൽ അവസാനിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. പക്ഷെ പ്രശ്നം ഈ പറയുന്ന 31ന്റെ സ്ക്വയർ കഴിഞ്ഞ് 32ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 900-ഓടടുത്ത്. 1000 വലിയ രീതിയിൽ അങ്ങോട്ട് ക്രോസ് ആവത്തില്ല. അവിടെ 1000-ലും താഴെയായിരിക്കും അവിടെ ആൻസർ. അപ്പൊ പിന്നെ എന്തായാലും അവനല്ല. 33 എന്നാണെങ്കിൽ അവൻ 1000 ക്രോസ് ആവും. പക്ഷേ പ്രശ്നം 33ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരുന്നത്? അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് ചെയ്തോ. താണ്ടേ 1156, താണ്ടേ ഇത് 1124, അല്ലെങ്കിൽ ഇതെത്ര 1169, അല്ലെങ്കിൽ ഇതെത്ര 1148. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോ 30 കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോ നമുക്കൊരു 35 പുറകിൽ പോവാം. അതായിരിക്കും എളുപ്പം. 35ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ
225 എന്നാണ് എങ്ങനെ വന്നതെന്ന് അറിയാം. ഇനി അതിൽ നിന്ന് പുറകിലോട്ട് 34 ഏതാളാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് നോക്കിയാൽ മതി. ഏതിനോടടുത്ത് ആര് വരുമെന്നൊന്ന് നോക്കിയാൽ മതി. 34 എന്നാണെങ്കിൽ നമുക്ക് കിട്ടും 34ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. ഇനി 3 ഗുണം 4 ഗുണം 2 എന്ന് പറഞ്ഞാൽ 24. എന്റെ ആൻസർ എന്ന് പറയുന്നത് 1156. ഇവിടെ വരുന്ന ആള് ദാ ഇവനാണ്. ദാ ഇവിടുന്ന് ആൻസറിനെ കിട്ടി. ഇനി പോണമെന്നില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ലോജിക്കലായിട്ട് ചിന്തിച്ച് വേണം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആൻസർ എഴുതാൻ. അല്ലാതെ വലിയ എന്താണ് ഇക്വേഷനുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ലല്ലോ. ശരി, അടുത്ത ചോദ്യം നോക്കേ. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഓക്കെ ആണോ മക്കളെ? 0, 7, 26, 63, അത് കഴിഞ്ഞ് 124, അത് കഴിഞ്ഞ് ആരാണ് എന്നാണ് ചോദ്യം. കണ്ടീഷൻ കിട്ടിയ കാര്യം എളുപ്പം. കണ്ടീഷൻ കിട്ടിയാൽ കാര്യം എളുപ്പം. എന്തായിരിക്കും ഇവിടുത്തെ ചോദ്യത്തിൽ ഉത്തരം? മക്കളെ, ഈ പറയുന്നത് 0 കഴിഞ്ഞു. ദാ ഇവിടെ നമുക്ക് 7 എന്നതിനകത്തേക്ക് വന്ന് നിൽക്കുക. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. എടാ 0 0 തന്നെ കിടക്കട്ടെ. എടാ ഞാൻ പറയാണ്, ഇവിടെ കാണുമ്പോൾ അറിയാം 7 കിട്ടണം. 0 7ലേക്ക് എത്തിക്കാൻ പല വഴികളുണ്ടോ? ഇവിടെ ഇപ്പോ എന്തായാലും ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല, മറ്റെന്തോ ഒരു പരിപാടിയാണ്. അപ്പോ നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് 2ാം സ്ഥാനത്ത് കിടക്കുന്നവനാ. അപ്പൊ ഞാൻ നോക്കും 2ന്റെ ക്യൂബ് 8ആണ്. അതിൽ നിന്ന് 1 കുറഞ്ഞാൽ 7 അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കണക്ക് കൂട്ടും. 2ന്റെ ക്യൂബ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ അത് എനിക്ക് 8 എന്ന്, അതിൽ നിന്ന് ഈ പറയുന്ന 1 കുറച്ചപ്പോ 7 വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് 3ാം സ്ഥാനത്ത് കിടക്കുന്നവനല്ലേ? 3ന്റെ ക്യൂബ് 27ആണ്. അതിൽ നിന്ന് 1 കുറച്ചാൽ 26. കണ്ടോ? അപ്പൊ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇത് 4ാം സ്ഥാനം, ഇത് 5ാം സ്ഥാനം, ഇത് 6ാം സ്ഥാനം. 6ാം സ്ഥാനത്ത് വരുന്ന ആൾ എപ്പോഴും എങ്ങനെ ആയിരിക്കണം? 6ന്റെ ക്യൂബിൽ നിന്ന് 1 കുറയ്ക്കുന്നതായിരിക്കണം. അങ്ങനെയാണ് എന്റെ ആൻസർ. 6ന്റെ ക്യൂബ് എത്രയാണെന്നറിയാം? 216. അതിൽ നിന്ന് 1 പോയാൽ എത്ര വരും? 215 എന്നായിരിക്കും ആൻസർ വരും. പിടികിട്ടിയോ? കൃത്യമാകുന്ന രീതിയിൽ ചോദ്യത്തെ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം മക്കളെ. അടുത്ത ചോദ്യം നോക്കേ. ഒരു ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 8:20 എന്നാണ്. മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിൽ കോണളവ് എത്രയാണ് എന്ന് ചോദിക്കുന്നു. മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ലോക്ക് എന്നതാകുന്ന ഭാഗത്ത് അവിടുത്തെ കോണളവ് അല്ലെങ്കിൽ ആംഗിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെ വരുമെന്ന് നോക്കേ. 30D ± m/2 എന്ന ഇക്വേഷൻ കൊണ്ട് ഉത്തരം ചെയ്യാം. എന്താണ് ഇത്? ഇതാ നോക്കേ, 8:20 എന്നാണ് സമയം. അവിടെ 8 അതേപടി ദാണ്ടെ അങ്ങ് എഴുതുന്നു. മണിക്കൂർ സൂചിയുടെ സ്ഥാനം 8ന് മുകളിൽ. 20 എന്ന് പറഞ്ഞാൽ മിനിറ്റിന്റെ കാര്യമാണ്. മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 20 എന്ന് പറഞ്ഞാൽ 4ന് മുകളിൽ. ഈ തങ്ങളിലുള്ളതാകുന്ന മണിക്കൂർ മൂല്യത്തിൽ നിന്ന്, ഹവറിന്റെ മൂല്യത്തിൽ നിന്ന്, മണിക്കൂർ മൂല്യത്തിൽ നിന്ന് മിനിറ്റിന്റെ മൂല്യം കുറയ്ക്കുക. 8ന്ന് 4 പോയാൽ എത്ര വരും? ഇവിടെ 4 വരും. അത് വെറും 4 അല്ല, എന്താണ്? +4 എന്ന് പറയുന്നതാണ്. ഇനി അവിടെ +4, മണിക്കൂറിന്റെ മൂല്യത്തിൽ നിന്ന് മിനിറ്റിന്റെ മൂല്യം കുറയ്ക്കുമ്പോൾ പ്ലസ് ഇട്ടുള്ള ആൻസർ ആണ് വരുന്നതെങ്കിൽ എന്റെ ഇക്വേഷൻ 30D ± m/2 30D + m/2 എന്ന രീതിയിലേക്ക് ഉപയോഗിക്കണം. ഇനി നമ്മൾ ഈ കണ്ടുപിടിച്ച 4 എന്ന് പറയുന്നതാണ് ആരുടെ മൂല്യം? ഡിയുടെ മൂല്യം. അപ്പോ 30 × 4 പ്ലസ് m/2 എന്ന് പറഞ്ഞാൽ, m എന്ന് പറഞ്ഞാൽ മിനിറ്റ്. ചോദ്യം പറയുന്ന മിനിറ്റ് എന്താണോ അതിന്റെ പകുതി എടുക്കണം. m/2 എന്ന് വെച്ചാൽ 20ന്റെ പകുതി എത്രയാ? 10. എങ്കിൽ എന്റെ ചോദ്യത്തിന്റെ ഉത്തരം 4 എത്ര? 12. 120 + 10. എന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? 130 ഡിഗ്രി. ആൻസർ എത്രയാ? 130 ഡിഗ്രി. പഠിച്ചോ? കൃത്യമാകുന്ന രീതിയിൽ അതിന്റെ ആൻസറുകൾ എങ്ങനെയാ വന്നത് എന്ന് പിടികിട്ടിയോ? പിടികിട്ടി. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോവാ. ഈ ഒരു ചോദ്യം ഇക്വേഷൻ ഒക്കെ നോക്കി വെച്ചേക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കേ. താഴെ തന്നിട്ടുള്ളവയിൽ 9 കൊണ്ട് ഹരിക്കുമ്പോൾ സാധിക്കുന്ന എന്ത്? 9 കൊണ്ട് പൂർണ്ണമായും ഹരിക്കുവാൻ സാധിക്കുന്ന സംഖ്യ ഏത് എന്നാണ് ചോദ്യം. പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നവശേഷം എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം. എന്താണ് നവശേഷം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 9 കൊണ്ട് ഹരിച്ചാൽ വരുന്ന ശിഷ്ടം കണ്ടുപിടിക്കാനുള്ള വഴി, എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതാണ്. ആദ്യമേ സംഖ്യ എഴുതുക. 7, 5, 6, 3, 6. രണ്ടാമത്തെ സംഖ്യ എത്രയാ? 8, 9, 3, 2, 1. അടുത്ത സംഖ്യ എത്ര? 7, 5, 6, 3, 7. അടുത്ത സംഖ്യ എത്ര? 7, 5, 6, 3, 2.
ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 9 എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളയുക. രണ്ടോ അതിലധികമോ സംഖ്യകൾ കൂട്ടുമ്പോൾ 9 വന്നാൽ വെട്ടിക്കളയുക. രണ്ടോ അതിലധികമോ സംഖ്യകൾ കൂട്ടുമ്പോൾ 9ന്റെ ഗുണിതമാണ് വരുന്നതെങ്കിൽ അതും വെട്ടിക്കളയുക. ഈ മൂന്നാളുകളെ വെട്ടിക്കളഞ്ഞതിന് ശേഷം ബാക്കി വരുന്നത് എന്തോ അതിനെ കൂട്ടിയെടുത്തുകൊണ്ട് ഒരൊറ്റ സംഖ്യയാക്കി മാറ്റുക. ഒരേ ഒരു സംഖ്യ മാത്രം, ഒറ്റ സംഖ്യ എന്നല്ല പറഞ്ഞത്, ഒരു സംഖ്യ മാത്രം എന്ന വണ്ണം, 1 ഡിജിറ്റ് ഒരക്കം മാത്രമുള്ള സംഖ്യ എന്ന വണ്ണം എന്ത് ചെയ്യുക, ചെറുതാക്കുക. നോക്കേടാ, 6ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 9, 7ഉം 5ഉം 12ഉം 6ഉം 18, 9ന്റെ ഗുണിതമായതുകൊണ്ട് ഇതും അങ്ങ് വെട്ടിക്കളയാം. എന്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 0 വന്നു. അടുത്ത ആളെ നോക്കേ, 9 താണ്ടെ 8 ഒന്നും കൂടെ കൂട്ടിയാൽ 9, ബാലൻസ് ഉള്ള 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ എന്താ 5 എന്ന് വരും. അടുത്ത നോക്കി, 6ഉം 3ഉം കൂടെ കൂട്ടിയാൽ 9, 7ഉം 7ഉം 14ഉം 5ഉം 19, 19 എന്ന് പറയുന്നതിലെ 9ഉം 1ഉം കൂടെ കൂട്ടിയാൽ 10 എന്ന് വരും. 10 എന്നതിലെ 1ഉം 0ഉം കൂടെ കൂട്ടിയാൽ 1 എന്ന് വരും. കണ്ടോ, കൂട്ടി കൂട്ടി ഒരക്കം മാത്രമുള്ള സംഖ്യയിലേക്ക് എത്തിക്കുക. അടുത്ത നോക്കി, 6ഉം 3ഉം കൂടെ കൂട്ടിയാൽ 9, 7ഉം 2ഉം കൂടെ കൂട്ടിയാൽ 9. ഇനി ബാലൻസ് അവിടെ ഉള്ളത് ആരാ മക്കളെ, 5 എന്നാണ്. കണ്ടോ, ഇതിൽ നമ്മൾ പറയേണ്ടത് 9നെ വെട്ടിക്കളയുകയും കൂട്ടുമ്പോൾ 9 വന്നാൽ വെട്ടിക്കളയുകയും കൂട്ടുമ്പോൾ 9ന്റെ ഗുണിതം വന്നാൽ വെട്ടിക്കളയുകയും ചെയ്താൽ ബാക്കിയുള്ളതാകുന്നവയെ കൂട്ടിയെടുക്കുമ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 0 എന്നാണ് വരുന്നതെങ്കിൽ അവൻ 9 കൊണ്ട് പൂർണ്ണമായും ഹരിക്കുവാൻ സാധിക്കുന്നവനാണ്. 9 കൊണ്ട് പൂർണ്ണമായും അവനെ ഹരിക്കുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അവനെ 9 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കുമെന്നത് കൊണ്ട് ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് മറ്റൊരു ചോദ്യം ചോദിക്കാം. എടാ, 9 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്നവൻ ഈ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ, 9 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്നവൻ ആരുണ്ട് ഈ കൂട്ടത്തിൽ എന്ന് ചോദിച്ചാൽ, അവനെ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഈ കിട്ടുന്ന 1ന്റെ കാര്യം മാത്രം പരിഗണിച്ചാൽ ഇവനായിരിക്കും അതിന്റെ ആൻസർ. കണ്ടു, മൂന്നാമനായിരിക്കും അതിന്റെ ആൻസർ. അങ്ങനെ ഒരു ചോദ്യം വന്ന എന്താ കാര്യം? 9 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് 0 എന്നാണ് ഈ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിഷ്ടം 5 ആണ് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിഷ്ടം 1 ആണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിഷ്ടം 5 ആണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്നുമില്ല, ഈ 9കളും കൂട്ടുമ്പോൾ 9 വന്നാലും കൂട്ടുമ്പോൾ 9ന്റെ ഗുണിതം വന്നാലും വെട്ടിക്കളയൂലേ? ആ വെട്ടിക്കളയുന്നതായ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? 9ന്റേതാകുന്ന ഹരണം കൊണ്ട് ഉണ്ടാകുന്ന ശിഷ്ടം എന്താണ് എന്ന്. ആ ശിഷ്ടം 0 ആണെങ്കിൽ പൂർണ്ണമായും 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോവാം. തുടർച്ചയായ 3 സംഖ്യകളുടെ ഗുണനം പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ ഏത്? തുടർച്ചയായത് എന്ന് പറഞ്ഞാൽ എന്താ? കോൺസിക്യൂട്ടീവ്, അടുത്തടുത്തുള്ള. ഒരു ഉദാഹരണം അങ്ങ് എടുത്തു. 4 എടുത്തു, 4 കഴിഞ്ഞാൽ 5 എടുത്തു, 5 കഴിഞ്ഞാൽ 6 എടുത്തു. 4 കഴിഞ്ഞു, 5 ആയി, 5 അങ്ങ് 6 ആയി. മൊത്തം എത്ര പേരെ വേണം? 3 പേരെ വേണം. അവിടെ എന്താ വേണ്ടേ? ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ ഏതാന്ന്. അത് മൊത്തം കൂടെ ആദ്യമേ കൂട്ടി നോക്കണ്ടേ, എന്നാലല്ലേ ആരെ കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. അപ്പോ ഞാൻ ഇത് മൊത്തത്തിൽ അങ്ങ് കൂട്ടുകയും കൂട്ടുമ്പോൾ 4 + 5 ഗുണനം എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? ഗുണനം, തുടർച്ചയായ സംഖ്യകളുടെ ഗുണനം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഗുണിക്കണം. ഇത് 3 കൂടെ ഒന്ന് ഗുണിച്ചേ. ഇവിടെ എത്ര വരൂടാ? ഗുണം എത്രയെന്ന് വരൂടാ? 6. എന്റെ ആൻസർ എത്ര മക്കളെ വരുന്നേ? ഈ പറയുന്ന ആൻസർ ആകുന്ന ആൾ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ മക്കളെ അവിടെ? ഇല്ല. എന്ത് ചെയ്താൽ മതിയാവും? ഈ പറയുന്നതായ ആരെ കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നവനാണ് ഈ ഗുണനഫലം ഒന്ന് കണ്ടെത്തിയാൽ മതിയാവും. ഇനി ഇങ്ങോട്ടൊന്ന് നോക്കേ. കൂട്ടത്തിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ തുടർച്ചയായ 3 സംഖ്യകളുടെ ഗുണനം പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ ഏത് എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ഈ തന്നിരിക്കുന്നതായ ആളുകൾ എഴുതുന്നു. 5 എന്നിവിടെ എഴുതുന്നു, 7 എന്ന് എഴുതുന്നു, 4 എന്ന് എഴുതുന്നു, 6 എന്ന് എഴുതുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സാധിക്കുന്ന സംഖ്യ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ? ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ സാധിക്കുന്ന എന്നല്ല വരേണ്ടിയിരുന്നത്, സാധിക്കാത്ത എന്നായിരുന്നു വരേണ്ടിയിരുന്നത് കേട്ടോ. സാധിക്കാത്ത എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. ഓക്കെ ആണോ? ഞാൻ ആ ഓപ്ഷൻസ് അതിനനുസൃതമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെ പറ്റാത്ത ആളാരാന്നുള്ളത് കണ്ടുപിടിക്കാമല്ലോ. 5 കൊണ്ട് പറ്റും. നോക്കിക്കോ, മേളിൽ 5 കൊണ്ട് പറ്റും. നോക്കിക്കോ, 4 കൊണ്ട് പറ്റും. 4 അങ്ങ് മാറ്റിവേ. 6 കൊണ്ട് പറ്റും. കണ്ടോ, 6 അങ്ങ് മാറ്റിവേ. എന്നാൽ 7 കൊണ്ട് അവശേഷിക്കുന്ന ഒരേ ഒരാൾ മാത്രമല്ല, അവനെ കൊണ്ട് പറ്റൂല. അപ്പൊ അതിന്റെ ആൻസർ എത്ര ആയിരിക്കും? 7 എന്നായിരിക്കും വരിക. ഡൗട്ട് ഉണ്ടോ? ഇല്ല. കൃത്യമായിട്ട് ആളെ പിടികിട്ടിയോ? മനസ്സിലായി. ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താടാ ചോദ്യം പറയുന്നേ? തുടർച്ചയായ 3 സംഖ്യകളുടെ ഗുണനം പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യ. എന്താ പറഞ്ഞേ? സാധിക്കാത്ത സംഖ്യ. ഓക്കെ ആണോ? സാധിക്കാത്ത സംഖ്യ എന്ന് പറയുന്നത് എന്ത് എന്ന് വേണം നമ്മൾ കണ്ടെത്താൻ.
ഓക്കെ ആണോ? സാധിക്കാത്ത സംഖ്യ ഏത് എന്ന് വേണം കണ്ടെത്താൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാധിക്കാത്ത സംഖ്യ എന്ന് പറയുന്നതിന് ഉദാഹരണമായിട്ട് വേറെ രണ്ടുപേരെ പറയാം. 8 എടുക്കാം, അത് കഴിഞ്ഞാൽ തൊട്ടടുത്തത് 9 എടുക്കാം, അത് കഴിഞ്ഞ് തൊട്ടടുത്ത 10 എടുക്കാം. ആരെയൊക്കെ കൊണ്ട് പറ്റുമോ നോക്കാം. 5 കൊണ്ട് പറ്റുമോ, 7 കൊണ്ട് പറ്റുമോ, 4 കൊണ്ട് പറ്റുമോ, 6 കൊണ്ട് പറ്റുമോ? ഇതിൽ പറ്റുന്നതും പറ്റാത്തതുമായി തരം തിരിച്ചു മാറ്റേ. 5 കൊണ്ട് എന്തായാലും വെട്ടാൻ പറ്റും, കാര്യം 10 ഇവിടെ ഉണ്ട്. 4 കൊണ്ട് ഉറപ്പായിട്ടും വെട്ടാൻ പറ്റും, ഇവിടെ 8 ഇവിടെ ഉണ്ട്. 6 കൊണ്ട് വെട്ടാൻ പറ്റും, കാര്യം ഇതിനകത്ത് 9-നകത്ത് ഒരു 3 ഉണ്ട്, ഈ 10-നകത്ത് ഒരു 2 ഉണ്ട്. 5 ഗുണം 2 3 ഗുണം 3 അല്ലേ? അപ്പൊ എന്തായാലും 6 കൊണ്ടും വെട്ടാം. പിന്നെ പറ്റാത്തത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, 7 കൊണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോവാം. എടാ എന്താ പറഞ്ഞിരിക്കുന്നത്? മേശയുടെ വില 800, കസേരയുടെ വില 200. എങ്കിൽ കസേരയുടെ വില മേശയുടെ എത്ര ശതമാനമാണ്? കണ്ടോ? ഒന്നുമില്ല. എടാ 800 എന്ന് പറയുന്ന മൂല്യം 100% പരിഗണിച്ചാൽ ആ 100% 800ന്റെ എത്ര ശതമാനമാണ് 200 എന്ന മൂല്യം? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. കോർണർ കട്ടിംഗ് റൂള് പ്രകാരം 2 0 2 0 വെട്ടി. ഇവിടെ 2 കൊണ്ട് വെട്ടുകയാണെങ്കിൽ ഇവിടെ എത്ര വരും? വേണ്ട, നമുക്ക് അവിടെ 2 കൊണ്ട് വെട്ടുകയാണെങ്കിൽ അവിടെ എത്ര വരും? ഇവിടെ ഒന്നാലോചിച്ച് നോക്കിയേ. അതാ ഇങ്ങനെ ചെയ്താലും മതിയാവും, 4 വരും. ശരിയല്ലേ? ഇവിടെ എത്ര വരും? ഇവിടെ 100 വരും. 100 കൊണ്ടങ്ങ് വെട്ടുവാണെങ്കിലോ മുകളിലും താഴെയും വേണ്ട, 4 കൊണ്ട് മുകളിലും താഴെയും വെട്ടുവാണെങ്കിൽ എത്ര വരും? ഇവിടെ 25 വരും. ഈ 25 ഗുണം ഇവിടുത്തെ 1 എന്റെ ആൻസർ, 25. കണ്ടിട്ടുള്ളവർക്ക് ഈ ഐഡിയ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലാത്തവർക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞുതരാം. നമ്മളോട് ചോദിക്കുന്നത് ആരെ അപേക്ഷിച്ചുള്ള വിലയാ? ദാണ്ടെ ഈ പറയുന്ന മേശയുടെ വിലയാ. മേശയുടെ വില എന്ന് പറയുന്നത് എത്രയാ? 800. അവിടെ മേശയുടെ വിലയുടെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ശതമാനത്തിന് പകരം എന്താ ഇവിടെ എക്സ് എന്ന് കൊടുക്കുക. എക്സ് ശതമാനമാണ് 200. കണ്ടോ? മേശയുടെ വിലയുടെ എക്സ് ശതമാനമാണ് 200. എങ്കിൽ എക്സ് സമം എന്താണ് വരും? കണ്ടോ? അതെന്തോ വരും ഇവിടെ? 200 ഗുണം 100 ഭാഗം 800. കണ്ടോ? 2 0 2 0 വെട്ടി 8 കൊണ്ട് 200നെ വെട്ടിയാൽ എന്റെ ആൻസർ 25%. കണ്ടോ? ആൻസർ 25%. ഇത്രയേ ഉള്ളൂ. മറ്റതെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ 100% 800 എങ്കിൽ എത്ര ശതമാനമാണ് 200 എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതാ 2 0 2 0 വെട്ടി 2 കൊണ്ട് വെട്ടിയാൽ ഇത് 4, 100/4 എന്ന് പറഞ്ഞാൽ 25. ഇത്രയേ ഉള്ളൂ പരിപാടി, വേറൊന്നുമില്ല. അത് സിമ്പിൾ ആയിട്ട് കുറച്ച് എണ്ണത്തിൽ കുറച്ച് കാര്യങ്ങളെ എഴുതിക്കൊണ്ട് ഉത്തരം വേഗം കണ്ടുപിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. വ്യത്യാസവും കുഴപ്പമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ. അടുത്തതാകുന്ന ചോദ്യം നോക്കിയ മക്കളെ. എടാ A:B എന്ന് പറയുന്നവന്റെ മൂല്യം 3:5 എന്നാണ്. അതുപോലെ B:C എന്നവന്റെ മൂല്യം 4:7 എന്നാണ്. എങ്കിൽ A:B:C എന്താണ്? മക്കളെ എങ്ങനെയാ കണ്ടുപിടിക്കണ്ടേ? ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് എയുടെ സ്ഥാനത്ത്. മലയാള അക്ഷരം ഗായ് ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് എയുടെ സ്ഥാനത്ത്. 4 ഗുണം 3 എത്ര? അപ്പോ 12. ഇനി ഇവരെ രണ്ടുപേരെയും ഗുണിച്ചിട്ട് 2-ാം സ്ഥാനത്ത്. 4 എത്ര? അപ്പോ 20. ഇവരെ രണ്ടുപേരെയും ഗുണിച്ചിട്ട് 3-ാം സ്ഥാനത്ത്. 7 എത്ര? 35. 12:20:35. ഇതാ നോക്കെ, 12:20:35 ഓപ്ഷൻ എയിലുണ്ട്. അതാണ് ചോദ്യത്തിന്റെ ഉത്തരം. ഡൗട്ട് ഇല്ലല്ലോ? കൃത്യമായി കാര്യങ്ങളെ മനസ്സിലായല്ലോ? മനസ്സിലായി. അടുത്ത ചോദ്യം നോക്കേടാ. 4 സംഖ്യകളുടെ ശരാശരി 10. 5 9 എന്നീ ആ സംഖ്യകളെ ഇതിനെയൊക്കെ ഉൾപ്പെടുത്തിയാൽ പുതിയ ശരാശരി എന്ത് വരും? ഇത് പല രീതിയിൽ ചിലർ കണ്ടുപിടിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കേ. ശരാശരി എന്ന് പറയുന്നതിന്റെ ശരിയായ ഇക്വേഷൻ എന്ന് പറയുന്നത് തുക ഭാഗം എണ്ണം എന്നാണ്. ഓക്കെ ആണോ? ഇവിടെ ഒന്ന് മനസ്സിലാക്കണമേ. എങ്ങനെ നോക്കാടാ? ആദ്യം പറയുന്നതായ 4 പേരുടേതാകുന്ന തുക. ഓക്കെ ആണോ? അത് കഴിഞ്ഞ് അധികം വന്ന 5 9 എന്നിങ്ങനെയുള്ള 2 പേരുടേതാകുന്ന മൂല്യം കൂട്ടി എണ്ണം മൊത്തത്തിൽ ഇപ്പൊ 6 വരുമെങ്കിൽ 6 കൊണ്ട് ഭാഗിക്കുക. ഇനി പറ, 4 പേരുടെ തുക കണ്ടുപിടിക്കാൻ 10 ഗുണം 4. കണ്ടോ? 10 ശരാശരി, 4 ആളുകൾ. 10 ഗുണം 4 പ്ലസ് 9 5 കൂടെ ചേർത്ത് 14. ഇത് നോക്കിക്കോണേ. 6 കൊടുത്താൽ എന്റെ ആൻസർ എന്ന് പറയുന്നത് 9 എന്ന് വരും. കാര്യം എന്താ? 40 10 54ന്റെ 6. 54/6 എന്ന് പറഞ്ഞാൽ 9 എന്റെ ചോദ്യത്തിന്റെ ഉത്തരം. ചിലർ ഇങ്ങനെയായിരിക്കും ചെയ്യുക. ഏത് മെത്തേഡ് ചെയ്താലും ആൻസറിന് വലിയ താമസം ഇല്ലാതെ കിട്ടാൻ ഉള്ള എല്ലാ വഴികളും അവിടെ തന്നെ ഉണ്ട്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ അല്ലാതെ ചെയ്യാമെന്ന് നോക്കാം. എടാ, സാധാരണഗതിയിൽ മൊത്തം 4 പേരുണ്ട്. ആ 4 പേരുടെയും ശരാശരി 10.
പുതിയതായി വരുന്ന ആളുകൾ എന്ന് പറയുന്നത് 5, 9 തുടങ്ങിയ ആളുകൾ. ശ്രദ്ധിച്ച് കേട്ടോണം, എന്നാലേ മനസ്സിലാവും. ഇവിടെ 10 ശരാശരി. പുതിയ വന്ന ആൾക്ക് 10 എത്ര കുറവുണ്ട്? ഒരു 5 കുറവുണ്ട്. ഈ രണ്ടാമന് 10 എത്ര കുറവുണ്ട്? 1 കുറവുണ്ട്. കണ്ടോ? ആയതുകൊണ്ട് ശരാശരി മൊത്തത്തിൽ ഇനി ഈ പറയുന്ന 2 പേരെ കൂടി ചേർക്കുമ്പോൾ 10 കുറവെന്ന വണ്ണമായിരിക്കും വരിക. അതുകൊണ്ട് 13ഉം 11ഉം വരില്ല. ഒന്നുകിൽ 8 അല്ലെങ്കിൽ 9 എന്നിവയായിരിക്കും. ഇനി അതിനി എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചാൽ, ദാ ഇവിടെയുള്ള 5ന്റെ കുറവ്, ഇവിടെയുള്ള 1ന്റെ കുറവ്, മൊത്തത്തിൽ എത്രന്റെ കുറവ്? 6ന്റെ കുറവ്. 5 1 6ന്റെ കുറവുണ്ട്. ഓക്കെ ആണോ? ഈ 6ന്റെ കുറവ് ആദ്യത്തെ 10 വരുന്ന 4 പേരിലേക്കും പിന്നീട് വന്ന 2 പേരിലേക്കുമായി വീതിച്ച് നൽകിയാൽ, 6 എന്ന കുറവ് 6 പേരിലേക്ക് തുല്യമായി വീതിച്ച് നൽകിയാൽ, 6 എന്ന കുറവ് തുല്യമായി 6 പേരിലേക്ക് വീതിച്ച് നൽകിയാൽ 6/6 ഒരാളിൽ 1ന്റെ കുറവ് വരണം. അതായത് 10ന്ന് 1 കുറച്ച് പറഞ്ഞ ആൻസർ ആണ് 9. ഇതാണ് അതിന്റെ രീതി. പറയുമ്പോൾ മനസ്സിലാക്കാൻ പാടുണ്ടാവും. ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ടാകാം അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടെങ്കിൽ തന്നെ. അല്ലെങ്കിൽ നോർമൽ മെത്തേഡ് ചെയ്താൽ നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്, പെട്ടെന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ എന്താ പറഞ്ഞേ? 4 പേർക്ക് 10 ആയിരുന്നു. എന്നാൽ പുതിയതായി വന്ന ഒരാൾക്ക് 5ഉം ഒരാൾക്ക് 9ഉം. അതുകൊണ്ട് 5ന്റെ കുറവുണ്ട്. ഇവിടെ ഒരു 1ന്റെ കുറവേ ഉള്ളൂ. 5ഉം 1ഉം കൂടെ കൂട്ടിയാൽ 6ന്റെ കുറവ്. എങ്കിൽ 6 പേരിലേക്ക് എന്ന വണ്ണം അത് വീതിച്ചു നൽകുന്നു എന്നാണെങ്കിൽ 10ന്ന് കുറച്ച് പറഞ്ഞാൽ മതിയാകും. കണ്ടോ? ഈ 10 എന്നത് അവിടെ നിൽക്കട്ടെ. 10ന് മുകളിലായിരുന്നെങ്കിൽ 10+ എന്ന് എടുക്കായിരുന്നു. ഇത് രണ്ടുപേർക്കും 10 കുറവാ, അതുകൊണ്ടാണ് 10- എന്ന് എടുത്തത് കേട്ടോ. അപ്പൊ 10-1 വരും ആൻസർ എന്ന് പറയുന്നത് 9. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. കാര്യം മനസ്സിലാക്കി എളുപ്പമാണ്. അടുത്തതാകുന്ന കാര്യം പറയട്ടെ. എന്താണ് മക്കളെ ചോദ്യം? 1 മുതൽ 15 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആദ്യം ഒരു ചോദ്യം വന്നപ്പോ. അവിടെ n+1/2 ഇതാണ് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിനകത്തെ n എന്ന് പറയുന്ന ആളെ അങ്ങ് മാറ്റിയാൽ മതി. അപ്പൊ ശരാശരി എന്ന് പറയുന്നത് കിട്ടിക്കോളും. എന്ത് വരും ഇവിടെ? n മാറ്റുക, n അങ്ങ് മാറ്റുക. അപ്പൊ എന്തോ വരും? n+1/2 എന്ന് വരും. അപ്പൊ ചോദ്യത്തിൽ 15 പേരുടെ കാര്യമാണ്. അപ്പൊ 15+1/2 16ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 8. 8 എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. കൃത്യമായിട്ട് മനസ്സിലാകുമോ? മനസ്സിലാകും. അപ്പോ അടുത്ത ചോദ്യത്തിനകത്തേക്ക് വാ. ഈ ഒരു ചോദ്യത്തിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യം. 2 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 15ഉം 2 സംഖ്യകളുടെ എന്താണ് ഗുണനഫലം എന്ന് പറയുന്നത് 50ഉം എന്നായാൽ ഇവന്മാരുടെ വ്യുൽക്രമങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? എടാ, വ്യുൽക്രമം 2 സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക എന്ന് പറയുന്നത് എങ്ങനെ വരുമെന്നറിയാം? വ്യുൽക്രമങ്ങളുടെ തുക എന്ന് പറയുന്നത് എങ്ങനെ വരുമെന്നറിയാം? വ്യുൽക്രമങ്ങളുടെ തുക എന്ന് പറയുന്നത് എങ്ങനെ വരുമെന്നറിയാം? അതിപ്പം ആ വാക്കായിട്ട് എഴുതാൻ നിൽക്കണ്ടല്ലേ. റെസിപ്രോക്കൽ എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. അതിന്റെ തുക എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുമെന്നറിയാം? ദാ ഇങ്ങനെ വരും. മുകളിൽ കൂട്ടി വെക്കുക x+y, താഴെ എന്ത് ചെയ്യുക? ഗുണിച്ചു വെക്കുക, അതായത് x×y. അതായത് ഒന്നുമില്ല, മുകളിൽ എഴുതുക തുക എഴുതുക, താഴെ എഴുതുക എന്ത്? ഗുണനം എഴുതുക. ഇത്രയേ ഉള്ളൂ. അപ്പോ ഈ ചോദ്യത്തിന് ആൻസർ എന്ത് വരും? കൂട്ടി വെച്ചപ്പം 15, ഗുണിച്ചു വെച്ചപ്പോ എത്ര വന്നു? 50. തങ്ങളി വെട്ടി ചെറുതാക്കിയാൽ മതി. 15നെയും 50നെയും 5 കൊണ്ട് വെട്ടാം. അപ്പൊ ഇവിടെ 3 വരും. 50നെ 5 കൊണ്ട് വെട്ടിയാൽ എത്ര വരും? 10. എന്റെ ആൻസർ 3/10. പ്രശ്നം കഴിഞ്ഞു. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇത്രയേ ഉള്ളൂ. ഈ ചോദ്യം ഒന്ന് നോക്കി വെച്ചേക്കണേ. അടുത്ത ചോദ്യം നോക്കേടാ. എന്താ ചോദ്യം? ഒരു സംഖ്യയുടെ 50% 25 കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നു എങ്കിൽ സംഖ്യ ഇത്. ചോദ്യം എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനെ തന്നെ അങ്ങോട്ടേക്ക് കൂടെ പിടിച്ചു നിർത്തേ. ഒരു സംഖ്യയുണ്ട്, അവനെ x എന്ന് വിളിക്കും. ആ സംഖ്യയുടെ 50% എടുത്തു. അപ്പൊ ഗുണം 50/100. അതിന്റെ കൂടെ ഒരു 25 കൂട്ടിയപ്പോൾ സംഖ്യ അത് തന്നെ ലഭിച്ചു. ആരാ സംഖ്യ? x എന്നാണ്. ആ x എന്നങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇനി ഇതാ ഇങ്ങോട്ട് നോക്കേ. 50നെയും ഈ 100നെയും കൂടെ വെട്ടിയാൽ എത്ര വരും? 2 എന്ന് വരും. താഴെ മുകളിൽ 1 വരും. x/2. 25 ഇവിടെ കിടക്കട്ടെ. x/2 അപ്പുറം പോയാൽ x - x/2 എന്ന് വരും. എടാ, x - x/2 എന്താ? 1ന്ന് അര പോയാത്ര അര. അപ്പൊ x-ന്ന് x-ന്റെ അര പോയാത്ര വരും? x അര, അതായത് x/2. മനസ്സിലാവൂ? അത് 25. എങ്കിൽ x-ന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ എന്താ? 2 അങ്ങോട്ട് ഗുണിക്കുമ്പോൾ 25 × 2 50. കണ്ടോ? എന്റെ ആൻസർ അപ്പൊ എത്രയായിരിക്കും വരിക? 50 എന്നായിരിക്കും വരിക.
അപ്പോ 50% കൂടി 25 കൂട്ടുമ്പോൾ അതേ സംഖ്യ ലഭിക്കുന്നുവെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ 50. ഇനി വേണമെങ്കിൽ നോക്കാം 50ന്റെ കൂടെ 50%. അപ്പൊ എത്ര? 25. 50ന്റെ 50% എന്ന് പറഞ്ഞാൽ 50ന്റെ പകുതി 25 പ്ലസ് 25. ആൻസർ 50 എന്ന് തന്നെ വന്നില്ലേ? സംഖ്യ 50, 25 കൂട്ടിയപ്പോ കിട്ടിയതും 50. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കേ മകളെ, അടുത്ത ചോദ്യം നോക്കേ എന്താ പറഞ്ഞേക്കുന്നത്? രാമു 5000 രൂപയുടെ ഒരു വസ്തു 6250 രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭ ശതമാനം എന്ന് പറയുന്നത് എത്രയെന്നാണ് ചോദ്യം. മക്കളെ, നിസ്സാരം. ലാഭ ശതമാനം കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങോട്ട് നോക്കണേ. 5000 രൂപയാകുന്ന മൂല്യം 100% എന്ന് വിചാരിക്കുക. അതായത് അയാൾ വാങ്ങിയ വിലയാണ് 5000 രൂപ, അത് 100%ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഇവിടെ 5000 രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 1250 രൂപ കൂടുതൽ. അതിനർത്ഥം അവിടെ ലാഭം കിട്ടിയത് 1250 എന്നല്ലേ? ആ 1250 രൂപ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് 5000ത്തിന്റെ എന്ന് കണ്ടുപിടിച്ചാൽ മതി, പ്രശ്നം തീർന്നു. അതാണ് ലാഭ ശതമാനം. 5000ത്തിന്റെ എത്ര ശതമാനമാണ് 1250? അതാണ് മക്കളെ അവിടുത്തെ ലാഭ ശതമാനം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ എന്തു വരും? ദാ ഇവിടെയുള്ള മൂല്യം കണ്ടുപിടിക്കാൻ കോർണർ കട്ട് റൂൾ ഉപയോഗിച്ചാൽ മതി. 0 0 വെട്ടി, 2 0 2 0 വെട്ടി, 5 കൊണ്ട് 125നെ വെട്ടിയാൽ 25 എന്ന് വരും. ചോദ്യത്തിന്റെ ഉത്തരം ഇനി കിട്ടാൻ 25 ഗുണം 1 ചെയ്താൽ മതി. എന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയെന്ന് വരും? 25 എന്ന് വരും. 25% ആൻസർ. ഓക്കെ ആണോ? ഇനി എല്ലാവർക്കും ഒന്നും ഇത് ചിലപ്പോൾ പിടി കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. ഡയറക്റ്റ് ചെയ്താൽ മതി. 5000 രൂപയുടെ എത്ര ശതമാനമാണ്, കണ്ടോ, എത്ര ശതമാനമാണ് എന്ത് 1250? കണ്ടോ, എത്ര ശതമാനമാണ് 1250? ചെയ്ത് നോക്കിയാൽ മതി. ആൻസറാ എത്ര വരും ഇവിടെ? 25 എന്ന് വരും. 25% എന്ന് വരും. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അടുത്ത ചോദ്യം നോക്കേ. എടാ അനീഷ്, ഇത് നമ്മുടെ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഭാഗത്തു നിന്നൊരു ചോദ്യമാണ്. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യമാണ്. എടാ പ്രീവിയസ് ചോദ്യമായി ഇതേപോലുള്ള ചോദ്യം ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ട്. വളരെ വേഗത്തിൽ കിട്ടണം. ആദ്യത്തെ കാര്യം തന്നെ നോക്കേ, അനീഷ് എന്ന് പറയുന്ന ഒരാൾ അവിടെയുണ്ട്. അയാൾ ഒരു ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 30 ദിവസമാണ്. അതുപോലെ മറ്റൊരാളുണ്ട് സനീഷ്. അയാൾ ആ ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 25 ദിവസമാണ്. എങ്കിൽ അനീഷും സനീഷും ചേർന്ന് ആ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് കണ്ടുപിടിക്കാമോ? ഇതാണ് ചോദ്യം. നമ്മൾ എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്? LCM വെച്ച് കണ്ടുപിടിക്കാനാണ്. 30ന്റെയും 25ന്റെയും കൂടെ LCM എത്രയാ? 30ഉം 25ന്റെയും കൂടെ LCM 150 ആണെന്ന് നമുക്കറിയാം. കാണുമ്പോഴേ അറിയാം. 30ന്റെ പട്ടിക ചൊല്ലുമ്പോൾ 25ന്റെ പട്ടികയിലെ ആദ്യത്തെ ആൾ ആര് വരും? 150 വരുന്നത്. 3 6 9 12 15 ഇവിടെ വരെ വാ. ഇനി അങ്ങോട്ട് എണ്ണി നോക്ക്. 25 50 75 100 ഇതിനകത്ത് ആകെ വരുന്ന 150. കൈകൊണ്ട് എണ്ണി നോക്കുമ്പോൾ തന്നെ 150 LCM എന്ന് പിടികിട്ടും. ഇനി പറയാം 150 ഡിവൈഡഡ് ബൈ 30 എന്ന് പറഞ്ഞാൽ എത്ര വരും? 5. അതാണ് എഫിഷ്യൻസി. അതായത് ഒരു ദിവസം 5 ജോലി വെച്ച് ചെയ്യുന്നുണ്ട്. അതായത് അനീഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസത്തിൽ 5 ജോലികൾ വെച്ച് 30 ദിവസം കൊണ്ട് 150 ജോലികളും അനീഷ് ചെയ്തു തീർക്കും. അപ്പൊ ടോട്ടൽ വർക്കാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. 150 യൂണിറ്റുകൾ അവിടെയുണ്ട് ജോലിക്ക്. 150 യൂണിറ്റിലെ 5 യൂണിറ്റ് ഒരു ദിവസം തീർക്കും. ആര്? അനീഷ്. 150 ഡിവൈഡഡ് ബൈ 25 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6. അതിനർത്ഥം ഒരു ദിവസം 6 യൂണിറ്റുകൾ വെച്ച് ആര് ചെയ്യുന്നുണ്ട്? സനീഷ് ചെയ്യുന്നുണ്ട്. എങ്കിൽ അനീഷും സനീഷും കൂടെ ചേർന്നാൽ എഫിഷ്യൻസിയിൽ മാറ്റമില്ല. രണ്ടുപേരും ഒരേ സമയം കണക്ക് കൂട്ടുന്നു. ഒരേ ജോലികൾ അവരുടെ ജോലികൾ അതാതിന്റെ പോലെ തന്നെ അങ്ങ് ചെയ്തോളും. മാറ്റം ഉണ്ടാവില്ല. എഫിഷ്യൻസി കോൺസ്റ്റന്റ് എന്നാണെങ്കിൽ 6ഉം 5ഉം കൂടെ ചേർത്ത് കൂട്ടാം. 5ഉം 6ഉം കൂടെ കൂട്ടി എത്ര വരും ഇവിടെ? 11. അനീഷും സനീഷും കൂടെ ചേർന്ന് ജോലി ചെയ്താൽ എഫിഷ്യൻസി എത്ര ആയിരിക്കും ഇവിടെ? 11. എങ്കിൽ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെയാ കണ്ടുപിടിക്കുക? എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? 150നേതായി 11 കൊണ്ട് ഭാഗിച്ചാൽ മതിയാകും. അപ്പൊ ആൻസർ എത്ര വരും? 15നകത്ത് ഒരു തവണ അടങ്ങും. ബാലൻസ് എന്ന് പറയുന്നത് 3 4 വരുന്നുണ്ട്. 40നകത്ത് 3 തവണ അടങ്ങും. റിമൈൻഡർ ആയിട്ട് 7 വരുന്നുണ്ട്. ശിഷ്ടം 7 ഉണ്ട്. 7/11 13 7/11 ദിവസങ്ങൾ കൊണ്ട് വേണം ചെയ്തു തരാൻ. അതായത് ഓപ്ഷൻ സി ആണ് എന്റെ ആൻസർ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ അവിടെ എന്താ ഞാൻ പറഞ്ഞേ? അനീഷ് എന്ന് പറയുന്ന ആളുണ്ട്. അനീഷ് എന്ന് പറയുന്ന ആളിന് 30 ദിവസം വേണം. സനീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾക്ക് 25 ദിവസം വേണം. രണ്ടിന്റെയും കൂടെ LCM കാണുക 150. ഇനി എന്ത് ചെയ്യുക?
ഈ 150നെ 30 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന 5 ഇവിടെ എഴുതുക. 150നെ 25 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന 6 ഇവിടെ എഴുതുക. ഓരോ ദിവസവും അനീഷ് 5 ജോലി, അതുപോലെ സനീഷ് 6 ജോലി. എങ്കിൽ ഇവര് രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജോലി ചെയ്യുന്നെങ്കിൽ അനീഷിന്റെ പണിയെടുക്കും, സനീഷിന്റെ പണിയെടുക്കും. 6ഉം 5ഉം 11 പണികൾ അപ്പം തീരും. ഓക്കെ ആണോ? എങ്കിൽ എത്ര ദിവസം കൊണ്ട് എന്നറിയാൻ ഈ 150നെ 11 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ എന്റെ ആൻസർ എന്ന് പറയുന്നത് 13 7/11. കണ്ടോ മക്കളെ? ഇക്വേഷനുകൾ ഒന്നും വേണ്ട, വളരെ നിസ്സാര ആൻസർ കിട്ടും. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോവാമേ. എന്താണ് ആ ചോദ്യം? 48 പൈ ചതുരശ്ര സെന്റിമീറ്റർ ഉപരിതല പരപ്പളവുള്ള ഒരു അർദ്ധഗോളത്തിന്റെ ആരം. എടാ, ഉപരിതല പരപ്പളവ് അർദ്ധഗോളത്തിന് എങ്ങനെയെന്നാ കണ്ടുപിടിക്കണ്ടേ? എടാ, 4πr² എന്നാണെങ്കിൽ അത് ഗോളത്തിന്, അത് അർദ്ധഗോളമാകുമ്പോൾ അതിന്റെ പകുതിയാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കും. എന്നാൽ അല്ല, അത് 3πr². ഓക്കെ ആണോ? സംഭവം ഇത്രയേ ഉള്ളൂ. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇത് ഒരു അർദ്ധഗോളമാണ് എന്ന് വിചാരിക്കുക. ഇതൊരു അർദ്ധഗോളമാണെന്ന് വിചാരിക്കുക. മക്കളെ, ഈ പറയുന്ന ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് 2πr² വെച്ചിട്ടാണ്. ഇനി ഇതിനകത്തൊരു സർക്കിൾ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. സർക്കിളിന്റെ ഏരിയ πr². അപ്പൊ 2πr² + πr², 3πr². ഈ 3πr²ന്റെ മൂല്യമാണ് അവര് പറയുന്ന 48 പൈ. ഇനി അവിടെ നിന്ന് ആരത്തിന്റെ വില ചോദിക്കുന്നു എന്നാണെങ്കിൽ 6 കണ്ടുപിടിച്ചാൽ മതി. ഇതാ അടക്കുന്ന 6 കണ്ടുപിടിക്കടാ. പയ്യും പയ്യും വെട്ടിപ്പോകും. 3 കൊണ്ട് 48നെ വെട്ടിയാൽ 16 ലഭിക്കും. r² 16 ആണെങ്കിൽ 6 കിട്ടാൻ √16 എടുക്കാം. √16 എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം ആരത്തിന്റെ മൂല്യം 4. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എപ്പോഴും ചിന്തിച്ചോണം. ഗോളത്തിൻ്റെത് 4πr². അതുപോലെ 3πr² ആണ് ആരുടെ? അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാകുന്ന കാര്യങ്ങളാണ്. ഓർത്തു വെക്കണേ മക്കളെ. അടുത്തതാകുന്ന ഒരു ചോദ്യം ഒരു റീസണിങ് ചോദ്യമാണ്. എടാ, 2015 ഡിസംബർ മാസം 25 എന്ന് പറയുന്നത് ഏത് ദിവസമാണ് മക്കളെ? വെള്ളിയാണ്. ഓക്കെ ആണോ? വെള്ളിയാണ്. എങ്കിൽ 2017 ജനുവരി 1 ഏത് ദിവസമാണെന്നാ ചോദിക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും നോക്കി. 2015 ഡിസംബർ 25 വെള്ളിയാണ്. എങ്കിൽ 2016 ഡിസംബർ 25 എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? മനസ്സിലാക്കുക, ഈ പറയുന്ന 2016 ഒരു ലീപ്പ് ഇയറാണ്. സാധാരണ ലീപ്പ് ഇയറുകൾ വരുന്ന സാഹചര്യത്തിൽ ഒറ്റയടിക്ക് തന്നിരിക്കുന്ന ഇപ്പുറത്തെ മാസം അപ്പുറത്തെ മാസവുമായി കമ്പയർ ചെയ്യാൻ. ഓക്കെ ആണോ? അതായത് 2015 ഒരു മാസത്തെ 2016 അതേ മാസമായിട്ട് കമ്പയർ ചെയ്യാം. സാധാരണഗതിയിൽ 1 കൂട്ടിയാൽ മതി. പക്ഷെ ഇവിടെ ലീപ്പ് ഇയർ ആയതുകൊണ്ട് 2 കൂട്ടേണ്ടി വരും. 2 കൂട്ടുമ്പോൾ വെള്ളി + 2 ശനി ഞായർ. അപ്പൊ ഏത് ദിവസം വരും ഇവിടെ? ഞായർ എന്ന ദിവസം വരും. ഇനി ഈ 2016 എന്ന് പറയുന്നതിന്റെ കൂടെ ഡിസംബർ 25ന്റെ കൂടെ 2017 ജനുവരി മാസം 1 എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം കൂടി ഇവിടെ അധികം വരും? 25. ഡിസംബർ മാസം 31 ദിവസമുണ്ട്, പ്ലസ് അതിന്റെ കൂടെ തൊട്ടടുത്ത ദിവസമാണ്. അപ്പോ 25ന്റെ കൂടെ ഒരു 6 കൂട്ടണം, പ്ലസ് 1-ാം തീയതി ആകാൻ ഒരു 1 കൂടെ കൂട്ടണം. അപ്പൊ മൊത്തത്തിൽ എത്ര കൂട്ടണം? 7 കൂട്ടണം. ആ 7 ആരുടെ കൂടാ കൂട്ടണ്ടേ? ഈ ഞായറിന്റെ കൂടെ. കണ്ടോ? ഞായറിന്റെ കൂടെ ഒരു 7 കൂട്ടിയ അടുത്ത ഞായർ കിട്ടും. അതുകൊണ്ട് ജനുവരി മാസം 1 എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? ഞായർ എന്ന ദിവസമായിരിക്കും. നിസ്സാരമാണ്. ഓക്കെ ആണോ? സാധാരണഗതിയിൽ ഇവിടെ ലീപ്പ് ഇയർ അല്ലായിരുന്നെങ്കിൽ ഇവിടെ 1 കൂട്ടിയാൽ മതിയായിരുന്നു. ഇത് ലീപ്പ് ഇയർ ആയതുകൊണ്ടാണ് ഇവിടെ 2 കൂട്ടേണ്ടി വരുന്നത്. ഇനി ആ സ്ഥലത്ത് നിന്ന് 25ൽ നിന്ന് ഈ പറയുന്ന ജനുവരി 1ലേക്ക് എത്താൻ 7 ദിവസത്തിന്റെ വ്യത്യാസമുണ്ട്. ഞായറിന്റെ കൂടെ ഞായറാകാൻ 7 ദിവസമാണ് കൂട്ടണ്ടേ. അതുകൊണ്ട് ഞായറിന്റെ കൂടെ 7 കൂട്ടിയാൽ അത് അടുത്ത ഞായറാണ് വരുന്നതെന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. അതുകൊണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ഞായർ. പിടികിട്ടുവോ? കൃത്യമായിട്ട് മനസ്സിലാകുവോ? മനസ്സിലാകും. മക്കളെ, ഇത്രയും ആകുന്ന 10-23ഓളം വരുന്ന ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടത് കൃത്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്ക് ഒരു വളരെ കൺസോളിഡേറ്റഡ് ആകുന്ന രീതിയിൽ വളരെ വേഗത്തിൽ തന്നെ പല കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നിന്ന് ആവർത്തന ശേഷിയുള്ള ഒരുപാടാകുന്ന ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടേതാകുന്ന കൃത്യമായ ശ്രദ്ധ കൊടുത്ത് മാത്രം ചോദ്യങ്ങളെ സമീപിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് എഴുതുന്ന ചോദ്യങ്ങളിൽ തെറ്റുണ്ടാകാൻ പാടില്ല. അത് മാത്രമല്ല, മാത്സ് എന്ന വിഷയം ആയതുകൊണ്ട് തന്നെ 10 മാർക്കിന് ചോദിച്ചാൽ 10 മാർക്കും നേടാൻ പറ്റും, 20 മാർക്കിന് ചോദിച്ചാൽ 20 മാർക്കും നേടാൻ പറ്റും, 100 മാർക്കിന് ചോദിച്ചാൽ 100 മാർക്കും നേടാൻ പറ്റും. അതാണ് മാത്സിന്റെ പ്രത്യേകത. പരമാവധി മാർക്ക് നേടിയെടുക്കാൻ നോക്കുക. പരമാവധി 10 മാർക്കിനാണെങ്കിൽ 10 മാർക്ക് നേടിയെടുക്കാൻ നോക്കുക. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ
സന്തോഷത്തോടു കൂടി തന്നെ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ എല്ലാവർക്കും